الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم لك الحمد ومنك الفرج وإليك المشتاق وأنت المستعان، ولا حول ولا قوة إلا بالله العلي العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها، وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله، قد بلغت الرسالة وأديت الأمانة ونصحت الأمة وكشفت الغمة وجاهدت في سبيل ربك حق جهاده، فجزاك الله عنا خير الجزاء. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر. صدق الله العلي العظيم. വേദിയിലുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാർ ഇന്ന് സമയലാഭത്തിനു വേണ്ടി ഒറ്റവാക്കിൽ എല്ലാവരെയും വഹിച്ച് ഈ സമാഗമത്തിൽ സന്നിഹിതരായ മുത്തഅല്ലിമീങ്ങൾ, ഉസ്താദുമാർ, വന്യവയോധികരായ കാരണവന്മാർ, സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളായ യുവാക്കൾ, പ്രിയപ്പെട്ട ഉമ്മവങ്ങന്മാർ, ലൈറ്റായിട്ടാണ് വാഴ തുടങ്ങുന്നത്. ഇന്നലെ 10 മണിക്ക് നിർത്തിയിട്ടുണ്ട്, ഇന്ന് 10 മണിക്ക് തുടങ്ങുവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നാളെയും മറ്റന്നാളൊക്കെ പരിപാടി ഉള്ളതുകൊണ്ടും ഞാനും വിശ്രമമില്ലാത്ത യാത്രകളിലായതുകൊണ്ട് എല്ലാവർക്കും ഒരു പ്രയാസമില്ലാത്ത രൂപത്തിൽ കുറഞ്ഞ ചില കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിലും നിങ്ങളുടെ ഓർമ്മയിലും പെടുത്തി വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. എന്തിനാണ് മക്ബറ, എന്തിനാണ് സിയാറത്ത്? അതുമായി ബന്ധപ്പെട്ടൊരു പരിപാടിയാണ്. എന്താണ് ഈ ഉറൂസ്? ഇടക്കാലത്ത് കയറി വന്നൊരു വാക്കാണ് ഉറൂസ് എന്നത്. അങ്ങനെ ഇടക്കാലത്ത് ഒരുപാട് വാക്കുകൾ കയറി വന്നിട്ടുണ്ട്, ഉറൂസ് മാത്രമല്ല. അതിലൊന്നാണ് ഉറൂസ്. ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ വളരെ കൃത്യമായി പറഞ്ഞതാണ്. അൽഹാക്കും, അള്ളാഹുവിൽ നിന്നും ദീനിൽ നിന്നും ഈമാനിൽ നിന്നും നിങ്ങളെ പിടിച്ചു കെട്ടിയിട്ടുണ്ട്, നിങ്ങളെ തടഞ്ഞിട്ടുണ്ട്. അത്തക്കാത്തുർ, ദുനിയാവിന്റെ എല്ലാ പെരുമയും ആഡംബരങ്ങളും. ഇത് ഏതുവരെ തുടരും? ഹത്താ സുർത്തുമുൽ മഖാബിർ, മഹാന്മാരുടെ മക്ബറ സിയാറത്ത് ചെയ്യേണ്ട വിധം സിയാറത്ത് ചെയ്യുന്നത് വരെ ഈ ഗഫലത്തിലായിരിക്കും നിങ്ങൾ. സിയാറത്ത് ചെയ്താൽ കുറെ ക്ലിയറാവും. അപ്പൊ ഖുർആനാണ്. അതിനങ്ങനെ തഫ്സീർ ഉണ്ടോന്നാണ് ജി കണ്ടിട്ടുണ്ടാവില്ല. അല്ല മറുപടി നമ്മൾ കാണാത്ത ഇല്ല എന്ന് പറഞ്ഞാൽ മിതമായ ഭാഷയിൽ അഹങ്കാരം.
ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടില്ല. അത് നന്നായിട്ട് കിതാബ് നോക്കണം എന്ന് അതിന് മറുപടി വേറൊന്നുമില്ല. ആദ്യം നിരോധിച്ചില്ലേ? ആദ്യം പലതും നിരോധിച്ചിട്ടുണ്ട്. കുന്തുൻ ഹൈത്തുക്കും സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ എന്നുള്ളത് നമ്മളോടാ പറഞ്ഞു. അതോടുകൂടി ആദ്യം നിരോധിച്ചേ കഴിഞ്ഞില്ലേ? ഫസൂറുഹാ. ആദ്യം നിസ്കാരം ഇല്ലല്ലോ എന്ന് എഴുതിട്ട് പ്രസരിക്കണ്ട. ആദ്യത്തെ നോക്കിയിട്ട് ദീന്. ഖദീജ ഇസ്ലാം കാര്യത്തിൽ 4 ചെയ്യാത്ത ആളാണ്. സ്വർഗത്തിന് മുന്നിലല്ലേ? ഇസ്ലാംകാരി 5 അതിൽ 4 ചെയ്യാത്ത ആളാണ് ഖദീജാബി. ഇത് 5 ചെയ്ത ആൾക്കാർ അവിടെ എത്തുകയാണെങ്കിൽ തന്നെ ഓല വേക്കല് പോകും. കാരണം അന്നാ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഖദീജാബിന്റെ കാലത്തുള്ള തെളിവാക്കാൻ പറ്റും. അൽഹാകുമുത്തകാസുർ ഖുർആൻ പറഞ്ഞു. ദുനിയാവിന്റെ ആഡംബരങ്ങളും വിഭവങ്ങളും പെരുമകളും നിങ്ങളെ പിടിച്ചു കെട്ടിയിരിക്കുന്നു. അതാണ് അൽഹാക. അതാണ് അറാകുല്ലമൻ അൽഹാക അൻകസ്ബി ത്വാഅതി അദുവൻ വഇൻ കാന അസ്സദീഖൽ മുസാഫിയാ. യാഫീമാം ഇർഷാലാഫിലെ എഴുതി വെച്ച കവിതയാണ്. എന്നെ വല്ലാതെ സ്വാധീനിച്ച കവിതകളിൽ ഒന്നാണ്. അറാക്ക, നിന്നെ ഞാൻ കാണുന്നു. അറാ, ഞാൻ കാണുന്നു. കുല്ലമന്നലാക്ക, നിന്നെ മുടക്കണ എല്ലാരും ഞാൻ കാണുന്നുണ്ട്. എന്തിനെ തൊട്ട്? അൻകസ്ബി ത്വാഅതി, അള്ളാഹ്ക്ക് ആരാധന ചെയ്യുന്നതിനെ തൊട്ട് നിന്നെ മുടക്കുന്ന മുഴുവൻ ആളുകളും, അത് വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും കൂട്ടുകാരനാണെങ്കിലും കുടുംബക്കാരനാണെങ്കിലും മുറ്റവനാണെങ്കിലും മുടയവനാണെങ്കിലും കെട്ടികളാണെങ്കിലും കുട്ടികളാണെങ്കിലും, അള്ളാഹിലേക്ക് അടുക്കുന്നതിനൊക്കെ അവര് തടസ്സാണെങ്കിൽ അവര് മുഴുവനും അദുവൻ, നിന്റെ ശത്രുവാ. വൈൻകാന, അവനായാലും ശരി, അസ്സദീഖൽ മുസാഫിയ, കലർപ്പില്ലാത്ത ഫ്രഷ് സുഹൃത്തായി നിനക്ക് നിന്റെ ജീവിതത്തിൽ കാണാമെങ്കിലും ശരിക്ക് ശത്രു അവനാണ്. യാ അല്ലാഹ്. അൽഹാകുമുത്തകാതുർ, ദുനിയാവിന്റെ പെരുമയും വിഭവങ്ങളും നിന്നെ തടഞ്ഞിരിക്കുകയാണ്. അല്ലാഹ് എന്ന ബോധത്തിൽ നിന്ന് നിന്നെ തടഞ്ഞിരിക്കുകയാണ്. മരിക്കണമെന്ന ചിന്തയിൽ നിന്ന് നിന്നെ പിടിച്ചു മാറ്റിയിരിക്കുകയാ. ഹബീബിനെ പ്രണയിക്കുന്ന ഏറ്റവും വലിയ മാധുര്യ ഈമാനിന്റെ അനുഭവത്തിൽ നിന്ന് നിന്നെ പിടിച്ചു വെച്ചിരിക്കുകയാ. ഇത് മഹാന്മാരെ ഖബറുകൾ സിയാറത്ത് ചെയ്യുന്നത് വരെ ഈ ഗഫലത്തിന്റെ മയക്ക് പായസത്തിൽ നീ തളർന്നു കിടക്കുന്നതാണ്. സടകുടഞ്ഞു നിൽക്കണോ, മഖ്ബറയിൽ എത്തണേ എന്ന് ഖുർആൻ. ഞാൻ ഫരീദ് അവലിന്റെ മക്ബറിന്റെ നേരെ മുമ്പിൽ നിന്നിട്ടാണ് ഈ തഫ്സീർ പറയുന്നത്. എന്റെ പിറകിലാണെങ്കിലോ കിതാബ് ഇരണ ഉലമ ഉണ്ട്, ഇടയിലാണുള്ളത്. ഇത് ശരിയല്ലെങ്കിൽ എന്റെ മൂക്കിനെ തൊള്ളട്ടിട്ട് പോലെ സ്റ്റേജിൽ നടക്കില്ല, എന്നിട്ട് തൊയ്ത്തേക്ക് വലിച്ചിട്ടു. അതുണ്ടാകാം. നിങ്ങൾ കുറച്ച് അപ്പുറം പോയിരുന്നു, ഇടയ്ക്ക് ക്യാപ്പ് കുറച്ച് കൂടി എന്നുള്ളത് എന്നെ വല്ലാതെ ആലോചനപ്പെടുത്തുന്നുണ്ട്. പറ്റുമെങ്കിൽ എല്ലാവരും കസേര, ഞാൻ കൂടുതൽ നീട്ടൂല, എന്തെങ്കിലും പറഞ്ഞാൽ തിരിയണവരാദ്യം മുന്നിലിരിക്കും. അങ്ങനല്ലേ? ചെറിയ കുട്ടികൾ ഏതായാലും കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങും. ഓരെ പറകിൽ നല്ലോണം കൂർക്കം വലിച്ച് ഉറങ്ങാൻ പറ്റുന്ന അവസ്ഥയിൽ എത്തിയാൽ മതി, കസേര പൊളിയരുത് എന്ന് മാത്രം. നിങ്ങളെല്ലാവരും ഒന്ന് എണീറ്റാണ് അള്ളാനെ കരുതിയിട്ട്. ഇത്ര ക്യാപ്പ് കൂടെ ഉണ്ടായിരുത്. നാളെ നിസാമിക്കുന്ന ലെവലായി കൊടുക്കണം. ഇത് ഒരു സൈക്കോളജിക്കൽ പരിപാടിയായില്ല. നമ്മൾ ചോറിങ്ങനെ വാരിയിട്ട് കൊടുക്കുമ്പോൾ ഒരാൾ അപ്പുറത്ത് പോയിരുന്നാൽ തളികയിൽ കോരിട്ട് കൊടുക്കുന്നതൊക്കെ എത്ര പണി ഉണ്ടാവും. ഇങ്ങനെ ഇത്ര ക്യാപ്പ് പാടില്ല. ഒന്ന് എല്ലാവരും കൊണ്ട് വരും. അങ്ങനെ നല്ല അതവുള്ള ആളുകളാണ്. അല്ലാഹു തആല അതവ് സ്വീകരിക്കട്ടെ. വലിച്ചു വരണ്ട, ഒന്ന് ഉയർത്തി വന്നു വലിച്ചെന്ന എന്നറിയണം. നന്ന ചെറിയ കുട്ടികളൊക്കെ ഉറങ്ങാൻ വേക്കൊക്കെ പോയിക്കോളി കേട്ടോ മക്കളെ, അവിടെ സുഖമായിട്ട് ഉറങ്ങിക്കോളി.
രണ്ടാമത്തെ എന്താണ് ഈ ഉറൂസ്? ഉറൂസ് അതൊരു വാക്കല്ലേ? ഉറൂസ് ഹദീസിലുള്ള വാക്കാണ്. അറൂസ് എന്നാണ് ഹദീസിലെന്ന് മാത്രം. ഉറൂസ് ഇത് 10-35 വർഷമായിട്ടുള്ളൂ ഇത് മലയാളക്കരയിൽ കയറി വന്നിട്ട് ഈ വാക്ക് ഉറൂസ്. അജ്മീർ ഉറൂസ്. അതിന് മുമ്പ് നേർച്ചയായിരുന്നു. അജ്മീർ നേർച്ച. ഇപ്പൊ ഉറൂസാണ്. അല്ല, അതിന് പ്രശ്നമൊന്നുമില്ല. അതിപ്പോ ഖുർആനിലും ഹദീസിലും എല്ലാ വാക്കും ഉപയോഗിക്കണം തന്നെ. ഇപ്പൊ ഏത് വാക്കപ്പം അങ്ങനെ ഇവിടെ ദാരിമുണ്ട്, ബാക്കവുണ്ട്, ഫൈലുണ്ട്, ഇതൊക്കെ ഖുർആനിലുള്ള. സുല്ലമുണ്ട്, സലായുണ്ട്, ഇതൊക്കെ ഖുർആനിലുള്ളതാ. അങ്ങനെ കുറെ വാക്കുകളുണ്ട്. മദ്രസയിലെ സദർ ഇത് ഖുർആനിലുണ്ടോ? അതുകൊണ്ട് ഇനി എല്ലാ സദർമാരും എന്താ ചൊല്ലുക? ഖുർആനില്ലാത്തൊക്കെ ഒഴിവാക്കണം എന്നാണ് വിഡിത്തല്ലേ പറഞ്ഞത്. എന്നാളെ ഒരാളങ്ങനെ പറയാം ഖുർആനിലും ഹദീസിലില്ല, അതുകൊണ്ട് ശരിയല്ല. ഉറൂസ് ഹദീസിലുണ്ട് ഈ വാക്ക്. നല്ല ആളുകൾ ഖബറിൽ പോയി കിടന്നാൽ ഈമാനിൽ ആൺകുട്ടികളുണ്ടെന്ന് ഖുർആനല്ലേ? മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ വറസൂല. അതിൽ പെട്ട ആളാണ് ആ കിടക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഖബറിൽ പോയി കിടന്നാൽ അവരുടെ അടുത്തേക്ക് അള്ളാന്റെ ഉദ്യോഗസ്ഥന്മാരായ മലക്കൾ എന്നിട്ട് പറയും നം കനൗമിൽ അറൂസ്. ഉറൂസിന്റെ ഒരു അസ്ല ഞാൻ പറഞ്ഞു. നം കനൗമിൽ അറൂസ്. പുതിയാപ്പള വിശ്രമിക്കും. അവിടെ നൗമ് തന്നെ ഉറങ്ങാന്നുള്ള അർത്ഥമല്ല. പുതിയാപ്പള വിശ്രമിക്കും പോലെ നീ വിശ്രമിച്ചോ. അപ്പൊ അവരോട് അത് പറയപ്പെടും എന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് അവര് കിടക്കുന്ന സ്ഥലത്തിനുള്ള ഈ പരിപാടിക്ക് ഉറൂസ് എന്ന് പറയുന്നത്. പിന്നെ വാർഷികമായിട്ട് കഴിക്കാൻ പറ്റും. അത് ഉഹുദ് ശുഹദാക്കളെ എല്ലാ വർഷത്തിന്റെയും തലപ്പത്ത് സഹാബാക്കൾ പ്രത്യേകം സിയാറത്ത് ചെയ്തിരുന്നു എന്ന് ഇബ്നു തൈമിയ ഇബ്നു കസീർ അൽ ബിദായത്തു നിഹായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒക്കെ പറ്റും. പുതിയ പതിപ്പിൽ വരും മാത്രം. അത് ഏത് അങ്ങനെ ട്രോഫി കൊടുത്തില്ല. അതൊക്കെ ഇപ്പൊ സഹാബാക്കൾ കൊടുത്തിരുന്നതാ. ഇപ്പൊ ഞാൻ വെള്ളം കുടിക്കാതെ കൊടുന്ന് വെച്ച് എന്നിട്ട് ഇതിന്റെ മേലെ ഇതിട്ടും കൂടി. ഇതൊക്കെ ഇപ്പൊ സഹാബാക്കളെ കാലത്തുണ്ടായിരുന്നു. നമ്മളെ പള്ളിയിലൊക്കെ കാർപ്പറ്റ് ഉണ്ട്. അതൊക്കെ ഇപ്പൊ അവരെ കാലത്തുണ്ടായിരുന്ന സാധനങ്ങളാ. അതിലൊന്നും ഇപ്പൊ ഇവിടെ ബോക്സൊക്കെ അന്ന് കൊടുന്ന് ചെയ്യുന്നോ? പോട്ട അന്ന് തേങ്ങ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോ ആരും തേങ്ങ സംഭാവന ചെയ്യാൻ പാടില്ല എന്ന്. കാരണം സഹാബാക്കൾ ചെയ്തിട്ടില്ല. അങ്ങനെ പറയാൻ പറ്റും. അതിന് കൂലിയിട്ടില്ല എന്ന് പറയാൻ പറ്റും. ഒക്കെ ഒരു അർത്ഥമില്ലാത്ത, ടൈമത്തില്ലാത്ത, മാർക്കില്ലാത്തില്ലാത്ത ഒരു നാടൻ ഭാഷയാണ്. ഈ ജഹാനത്തിൽ പോഞ്ഞ വാക്കുകളാണ്. ഒന്നുമില്ല. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ചില ആൺകുട്ടികളുണ്ടോ? ഹുമുർ റിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ കദ്ദൗരി ഫീ ഹിമ്മത്തിൻ ബൽ സാദതും കുബറാ മൗലായ സല്ലി വസ على حبيبك خير الخلق كلهم. ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ ഒരുപാട് കാര്യത്തിന് ദ്വാരുന്നില്ലേ? പക്ഷെ അദ്ദേഹത്തിന്റെ ദ്വായില് അള്ളാഹു നമ്മൾ ആരെയും മരിപ്പിക്കാതിരിക്കട്ടെ എന്ന് ദ്വാരുന്നോ? എന്താ ദ്വാരക്കാത്തത്? ആരെങ്കിലും അങ്ങനെ ദ്വാരക്കട്ടെ നിങ്ങൾ കേട്ടിക്കണോ? നമുക്കൊരു മരണം വരാതിരിക്കട്ടെ. ആരും ദ്വാരക്കൂല. വേറെ എന്തും ദ്വാർക്കും. മരണത്തിനെ ദഫ് ചെയ്യുന്നൊരു ദ്വാ ഒരു മനുഷ്യൻ നടത്തൂല. നടത്തിയിട്ട് കാര്യമില്ല. അതാണ് ഉറപ്പുള്ള ഒരു സംഗതി മാത്രമേ ഉള്ളൂ. ജീവിച്ചാലും മരിക്കും എന്നുള്ളതാണ്. എങ്കിൽ മരിച്ചാൽ ജീവിക്കും ചെയ്യും. അതാണ് സംഗതി. അതങ്ങട്ട് തലേ കയറിയപ്പോ മഹാനവറുകൾ വലിയായി. എന്റെ നാവുമ്മ കയറിയപ്പോ ഞാൻ പ്രഭാഷകനായി. ഇതേ വ്യത്യാസമുള്ളൂ. ഈ സംഗതി എന്റെ നാവുമ്മ കയറി. കാരണം എനിക്ക് എല്ലാ ദിവസവും കവർ കിട്ടണം. അതിന് കുറച്ച് മേറ്റർ വേണം. അതിൽ ഇതിന്റെ നാവുമ്മലും അണ്ണാക്കിലുമാണ് കയറി. അപ്പൊ എനിക്ക് കവറും കിട്ടുന്നുണ്ട്. ഞാൻ പ്രഭാഷകനായി. അവരെ കൽബുക്കം തലേക്കും കയറി. ഒരു വലിയായി. വേറെ ഒരു വ്യത്യാസമില്ല. നമ്മൾ അവർ തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇൽമോണ്ട് മാത്രമല്ല. കാരണം ഇന്നുള്ള എല്ലാ ഉലമാവിനേക്കാളും ആ മക്കബറയിൽ കിടക്കുന്ന ഔലിയാക്കൾക്ക് ഭയങ്കര ഇൽമുണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അവർക്ക് ഉണ്ടാവും, കശ്ഫിന്റെ ഇൽമൊക്കെ ഉണ്ടാവാം. അതൊക്കെ എന്തുകൊണ്ട് കിട്ടിയതാണ്? ഗസാലി ഇമാം പറഞ്ഞില്ലേ, കശ്ഫ് കിട്ടൽ തന്നെ എപ്പോഴാ? ഒരാള് വെള്ളം ഉണ്ടാവാൻ വേണ്ടി ഭൂമി കളച്ച് അധ്വാനിച്ച അടിയിൽ നിന്ന് പാറ പൊട്ടിയിട്ട് വെള്ളം ഒഴുകും. അതാണ് കശ്ഫ്. ഉള്ള ഇൽമുകൊണ്ട് അമലുകൊണ്ട് നല്ല അധ്വാനിക്കണം. അപ്പൊ കൽബിന്റെ പാറ അങ്ങോട്ട് പൊട്ടും. അപ്പൊ വെള്ളം അങ്ങോട്ട് പുറത്ത് കിട്ടും. 12 പുഴ വരും. അത് മൂസാ നബിയുടെ കാലത്തെ ചരിത്രം മാത്രമല്ല.
സൂഫിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ കാണാം മൂസാലി ഖൗമി എന്ന് പറഞ്ഞാൽ മൂസ എന്ന് പറഞ്ഞ കൽബ് അള്ളഹാനോട് വെള്ളം തേടുന്നുണ്ട്. കാരണം ഈ ശരീരം ഉണ്ടായത് മണ്ണിനാണ്. അതുകൊണ്ട് ശരീരത്തിന് വേണ്ടത് മണ്ണിന്റെ ഉൽപ്പന്നങ്ങളാണ്. പച്ചക്കറിയും പഴവും ചീരയും മീനും ചിക്കനും മട്ടനും കുട്ടനും ഒക്കെ തട്ടിയാലേ ശരീരം തടിമാടനാവും. അതിന് വേണ്ടതോ ഇത് തന്നെയാണ്. പക്ഷെ റൂഹിന് വേണ്ടത് ഇതൊന്നുമല്ല. റൂഹിന് വേണ്ടത് ഇതൊന്നല്ല. ഇതുകൊണ്ടൊന്നും റൂഹിന്റെ ദാഹം കെടൂല്ല. മനുഷ്യന്റെ റൂഹ്, അവന്റെ കൽബ് അള്ളഹാനോട് വെള്ളം തേടുന്നുണ്ട്. കയ്യും കാലിനും വേണ്ടി. അതാണ് റൂഹിന്റെ കൗമ്. അൽ മലിക് അൽ മലിക് ഖൽബു മലികുൻ അൽ ഖൽബു മലികുൻ വല്ലഅല്ലാഉ ജുനൂദുൻ. അപ്പൊ ഈ കൽബാകുന്ന മലിക് അതാണ് മൂസ. ഇസ്തിസ്ഖാ, പടച്ചവനോട് വെള്ളം തേടുകയാണ്. ലി ഖൗമിഹി, എന്തിന്? അവയവങ്ങൾക്ക് വേണ്ടി. അപ്പോഴേ അവയവങ്ങൾ ഇസ്തിഖാമത്തിൽ പ്രവർത്തിക്കൊള്ളൂ. ഫഖുൽനാ, നമ്മൾ പറഞ്ഞു, ഇൽരിബ് ബിഅസാക, എന്റെ കയ്യിലുള്ള വടി കൊണ്ട് അടിച്ചാൽ മതി, ഞാൻ വെള്ളം തരുന്നു വേണ്ട. ഏതാ വടി? കുല്ലു മൗലൂദിൻ യുലദു അലൽ ഫിത്ര. ആ ഫിത്രത്താണ് അസ. അത് എല്ലാരെയും പ്രകൃതിയിൽ, എല്ലാവരുടെയും അവബോധത്തിൽ അന്തർലീനാണ്. അത് പിന്നീട് ഗഫലത്തുകൊണ്ട്, ഫിക്റുണ്ട്, ഖത്രത്തുണ്ട്, ഖവാത്തിർ കൊണ്ട്, മഅസിയത്തുണ്ട്, കസ്വത്ത് കൊണ്ട്, ഇതുകൊണ്ടൊക്കെ മൂടപ്പെട്ട് അടിയിൽ അമർന്നു പോയതാണ്. അതുകൊണ്ട് ചികഞ്ഞ് പുറത്ത് കിടക്കുക ആസ. എന്നിട്ട് ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون. കടുത്ത് കൽബെന്നെ കല്ലിനേക്കാൾ കടുത്തുപോയി. അതാണ് അൽ ഹജർ. അതിനങ്ങട്ട് അടിച്ചോ, ഫിത്രത്തിൽ നിന്ന് കിട്ടിയ ബോധം കൊണ്ട് അള്ളാഹ് എന്നുള്ള ഇസ്മിലാക്കിയിട്ട് അടിച്ചോ. നദിന്റെ ഉള്ളിൽ തന്നെ 12 നദികൾ തന്നെ പുറത്തിറങ്ങും. ഏതാ 12 നദി? ലാ ഇലാഹ ഇല്ലല്ലാഹ്, 12 അക്ഷരങ്ങളാ. فاعلم أنه لا إله إلا الله لا إله إلا الله. ഉള്ളിനുണ്ട് അടിച്ചു നേരപ്പാക്കിയ പുറത്തിറങ്ങും. പിന്നെ നമ്മൾ വലിയ ആളുകളായില്ലേ. അതിന് തൗഹീദിന്റെ ബഹറിൽ മുങ്ങിയ കിട്ടാത്ത മുത്തും പൊഴുണ്ടോ? പക്ഷെ ഇന്ന് നേരം വെളുക്കാത്ത ആൾക്കൊക്കെ ഉറങ്ങാണ്. അന്നാസു നിയാമുൻ ഇദാ മാതു ഇൻദബഹു നബിയുനാ മുഹമ്മദ് മുസ്തഫ. സാധനൊക്കെ കയ്യിലുണ്ട്, പക്ഷെ വേവിച്ച് കഴിക്കാൻ ആരുമില്ല. നിങ്ങളെ വീട്ടില് ഹെലികോപ്റ്റർ ഉണ്ടായിട്ട് കാര്യമില്ല. ചെറിയ മോളായിൽ കയറിയിരുന്ന ഓൾക്കത് ആടിക്കളിക്കുള്ള ഒരു സാധന. പക്ഷെ ആൺകുട്ടി കയറുന്ന മേൽക്ക് പൊന്തും ചെയ്യും. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൽബിലൊന്നും ആവിലുണ്ടായിട്ട് കാര്യമില്ല. അതിന്റെ ഉള്ളിൽ കയറങ്ങ്, എന്നാ എനിക്ക് പൊന്താൻ കഴിയും. അല്ലെങ്കിലോ കുട്ടികളെ പോലെ പാട്ടിട്ടിട്ട് ചവിട്ടി കളിക്കുക അതിന്റെ ഉള്ളിൽ. അതന്നെ അതപ്പോ നടക്കണോ? സംഗതി ഹെലികോപ്റ്റർ പറ്റും. അതിന്റെ ഉള്ളിൽ കയറിയിട്ട് പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കണം പരിപാടി. മൂസാ നബി ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് കളിച്ചപ്പോഴേ ഫിറഔൻ ഒറ്റ ദിവസം 41 വട്ട വാറ്റി നോക്കുണ്ടായി, പേടിച്ചിട്ട്. ഒരായുധല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടൊന്ന് കളിച്ചു. 40 പ്രാവശ്യം 41 പ്രാവശ്യം ഒറ്റ ദിവസം ടോയ്ലറ്റ് പോയി, പേടിന്റെ ഊക്കോട്ട്. ഓൻ ഇറക്കിയ ആളുകൾ മുഴുവനും അസ്ലമു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത്ഭുതത്തിലും മുസ്ലിമീങ്ങളായി. സംഘാടക സമിതിയുടെ ചെയർമാൻ കിബർ കൊണ്ട് മാറിയൊന്നും ചെയ്ത്. കിബർ ഉണ്ടെങ്കിൽ കിബർ 2 ഐറ്റം ഉണ്ട്. മാസിയത്ത് 2 കിബർ എന്ന് വരും. ഒന്ന് ഷഹ്വത്തിൽ നിന്ന് വരുന്ന മാസിയത്തുണ്ട്, അതിന് തൗബുണ്ട്. കിബർ എന്ന് വരുന്ന മാസിയത്തിന് തൗബല്ല. അതാണ് ആദം നബി ഇബ്ലീസ് തമ്മിലുള്ള ഡിഫറൻസ്. ആദം നബി ചെയ്തത് മാസിയത്തൊന്നുമല്ല, പക്ഷെ അവർക്കത് മാസിയത്തായിട്ട് തോന്നി. അവരുടെ ഗ്രേഡ് അതാണ്, അതുകൊണ്ടാണ്. പക്ഷെ അവർക്ക് പശ്ചാത്താപം ഉണ്ടായി. അവർക്കിപ്പോ ഇബ്ലീസ് ചിന്തിച്ച പോലെ ചിന്തിക്കാമല്ലോ. എന്നാൽ ഇബ്ലീസിന്റെ മാസിയത്ത് ഷഹ്വത്തിൽ നിന്നല്ല, കിബറിൽ നിന്നല്ല. അപ്പൊ ഇസ്തിക്ബാറും തക്കബ്ബറും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇസ്തിക്ബാർ എന്ന് പറഞ്ഞാൽ അഹ്ലിയത്ത് ഉണ്ടാവില്ല, എന്ന് പറഞ്ഞാൽ അർഹത ഉണ്ടാവില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കരാട്ടക്കാരൻ മറ്റൊരു കരാട്ടക്കാരനോട് പറയാണ്, മര്യാദക്ക് നിന്നോ, ഞാനും കരാട്ടയാണ്, ഒറ്റടിക്കാൻ ഞാൻ തെങ്ങിന്റെ അപ്പുറത്ത് കാക്കുന്ന പറഞ്ഞാൽ അത് തക്കബ്ബുറാണ്. നേരെ മറിച്ച് 2 കാലും കുഴഞ്ഞെടുക്കുന്ന ഒരാൾ പറഞ്ഞു കരാട്ടക്കാരനോട്, ഞാൻ ഇവിടുന്ന് നീച്ചാണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇസ്തിക്ബാറാ. കാരണം അതിന് നീക്കാൻ കഴിയണ്ടേ.
ഇബ്ലീസിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് അബാ വസ്തക്ബറ എന്നല്ല, അബാ വസ്തക്ബറ. ആദം നബിയായിട്ട് മത്സരിക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. കാരണം വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. അതിന്റെ തഫ്സീറിൽ സാവിയിൽ കാണാം 7 ലക്ഷം ഭാഷ ആദം അലൈഹി ഇസ്ലാമിന് അറിയായിരുന്നു. 7 ലക്ഷം ഭാഷ. ലോകത്തെ ഏറ്റവും വലിയ ബഹുഭാഷാ പണ്ഡിതൻ അബുൽ ബഷർ ആദം അലൈഹി ഇസ്ലാം. സഫാ മലക്ക് സഫ എന്ന് പേര് വരാൻ കാരണം ലോകത്തെ ആദ്യത്തെ സൂഫി ആദം നബിയാണ്. ആ സൂഫി അതിന്റെ മേലിൽ കയറിയിരുന്നു. അതുകൊണ്ട് ആ മലക്ക് സഫ എന്ന് വരാൻ കാരണം. അതുകൊണ്ട് ആ മല ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. ഇതൊക്കെ മഹാന്മാരുമായി ബന്ധപ്പെട്ടതാണ്. ഇസ്ലാമിന്റെ അടിക്ക് നോക്കാതെ നീ മേലെയുള്ള അക്ഷരങ്ങൾ പശു വൈക്കോലെന്ന പോലെ വൈക്കോൽ നിന്നിട്ട് ഛർദ്ദിച്ചിട്ട് കാര്യമില്ല. അതിന്റെ ഉള്ളിക്കൊന്ന് എത്തി നോക്ക്, നന്നിട്ട് പല നിലപാടുകളും മാറ്റാൻ കഴിയും. അല്ലെങ്കിലോ അങ്ങനെ നടന്ന് ഈമാൻ ഊരിയിട്ടാണ്ട് പോകാനും പറ്റും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ, വളരെ വളരെ ഗൗരവത്തിൽ. അകക്കൺ തുറന്നൊന്നേ നോക്കൊന്നേ മൂടാ, ഉൾസാരം വന്നാൽ ഉറങ്ങാമോ കേടാ. ഉള്ളിന്റെ ഉള്ളിലേക്കൊരു സാരം കയറാനുണ്ട്. അതില്ലാതെ പറയുന്ന ഉള്ളറിയാത്ത തൊള്ള കൊണ്ടുള്ള തള്ളല് മൊത്തം കൈമത്തില്ലാത്തതാണ്, വിലയില്ലാത്തതാണ്. ഞാൻ ഇന്നലെ കണ്ണൂരിലേക്ക് പരിപാടിക്ക് പോകുമ്പോൾ ഒരു പാട്ട് കേട്ടു, എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ഇഷ്ക് 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 ഇവിടെല്ലാരും ചൊല്ലണ ഇഷ്ക്, ഇവിടെല്ലാരും ചൊല്ലണ ഇഷ്ക്. മനുഷ്യനെ കണ്ടാൽ ചിരിക്കാൻ വല്ലാത്ത പിശുക്ക്, ഇവർക്ക് അല്ലാഹനെ കിട്ടൽ റിസ്ക്. ഇഷ്ക് ഇഷ്ക് ഇഷ്ക്. ഇന്ന് എല്ലാരും മോന്തായത്തേക്ക് നോക്കിയിട്ട് പാടുള്ള പാട്ടാണ്. പാലപ്പെട്ടിക്കാരുണ്ടാക്കിയൊരു പാട്ടാണ്. അതിൽ പിന്നെ വരുന്ന വരിയുണ്ട്, ഇഷ്ടം പോലെ നടന്ന് നടന്ന്. മൊബൈൽ ആവശ്യമില്ലാത്തതൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. പൊരയുന്ന മൊബൈല്, ചോറയ്ക്കുമ്പോഴും മൊബൈല്, ബെഡ്റൂമിൽ നിന്ന് മൊബൈല്, പള്ളിയിൽ നിന്ന് മൊബൈല്, ഇൽമിന്റെ മജ്ലിസ് വന്നാലും മൊബൈല്, മയ്യിത്ത് അടിയിൽ മൊബൈല്. എവിടുക്കാടോ ഈ പോക്ക്? ഇഷ്ടം പോലെ നടന്ന് നടന്ന് തെങ്ങോട്ടാണ് പോക്ക്, ആ എങ്ങോട്ടാണ് പോക്ക്. നട്ടക്കച്ചവടക്കാരെ കൊണ്ട് ഈ വഴി മൊത്തം ബ്ലോക്ക്, ഈ വഴി മൊത്തം ബ്ലോക്ക്. എവിടെ നോക്കിയാലും ഏതാ കച്ചവടം? യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. അതിനേക്കാളും വലിയ കച്ചവടം ഏതാ ഉള്ളത്? അതിൽ നഷ്ടം വന്ന ആൾക്കാരാണ് റോട്ടിൽ മുഴുവൻ നടക്കുന്നത്. കാരണം നിസ്കാരമില്ല, നോമ്പില്ല, മഅബൂദിനെ അറിയില്ല, കുത്തിമറിയ പള്ളിയിൽ പോയിട്ട് അതിന് നിസ്കാരം നോമനെ പേരിടുക, ഈബത്തും നമീമത്തായിട്ട് നടക്കുക, സോഷ്യൽ മീഡിയ കയറിയിട്ട് പരിഹാസം, പല്ലിളിക്കലി, എന്തൊക്കെ നഷ്ടക്കച്ചവടല്ലേ മൊത്തം. അതിന്റെ സുനാമിയല്ലേ, അതിന്റെ സുനാമിയല്ലേ. ഇഷ്ടം പോലെ നടന്ന് നടന്ന് തെങ്ങോട്ടാണ് പോക്ക്, എങ്ങോട്ടാണ് പോക്ക്. നട്ടക്കച്ചവടക്കാരെ കൊണ്ട് ഈ വഴി മൊത്തം ബ്ലോക്ക്, ഈ വഴി മൊത്തം ബ്ലോക്ക്. പിന്നെ പറയുന്നുണ്ട് അതിനെ പോലത്തെ കുറിച്ചാണ്, ഊതി നിറച്ചി വലിപ്പം കൂട്ടിയതൊക്കെയും കിറച്ചാക്ക്. ഊതി നിറച്ച് വലിപ്പം കൂട്ടിയതൊക്കെ പരിയെ കൊണ്ടുവെക്കുമ്പോ കീറച്ചാക്കാണ്. അതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നെ വല്ലാതെ സ്വാധീനിച്ചു ആ വരികൾ. ഉണ്ടാക്കിയ ആൾ ആരാണെങ്കിലും അവർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ അതില് ഭയങ്കരമായിട്ട് ഞാൻ തന്നെ വണ്ടിയിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ട് ഞാൻ ഉഷാറായി. അത് കുറെ എന്നെ കുറിച്ചാട്ടോ, അതിലുള്ള കുറെ ഇതൊക്കെ എന്നെ കുറിച്ചാണ്. നിറച്ചി വലിപ്പം കൂട്ടിയതൊക്കെയും കീറച്ചാക്ക്. ഊതി നിറച്ചങ്ങനെ വലിപ്പം കൂട്ടല്ലേ കീറച്ചാക്കുകൾ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒക്കെ അങ്ങനെ ഊതിയിട്ടുള്ള ബലൂണുമായിട്ട് കുറെ ഈമാന് ഉള്ളു നോക്കിയാണ് ഒക്കെ പഞ്ചറാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. മഅബൂദിനെ അറിയില്ല, അള്ളാനെ ബോധമില്ല, പേടില്ല, അള്ളാന്ന് പറഞ്ഞിട്ട് സുഖിക്കാൻ കഴിയണില്ല, അള്ളാനോർത്ത് കരയാൻ കഴിയണില്ല, മദീന പറഞ്ഞിട്ട് തരിപ്പ് കയറണില്ല, മദീനത്തേക്ക് എത്തിയാലും റൗലന്റെ പോന്ന് കൊട്ടുപാടുക.
യാ അല്ലാഹ്, ഉള്ളു തട്ടിയ ബോധമില്ല, ഉള്ളറിയണ വർത്താനങ്ങളില്ല. എവിടേക്കാണ് ഈ പോക്ക്? പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. അവിടെയാണ് ഉള്ളറിഞ്ഞ മഹാനായ ഒരു ആരിഫിന്റെ മുമ്പിലാണ്, അവരുടെ ഉറൂസിന്റെ പേരിലാണ് നാം ഈ സമാഗമത്തിൽ ഒരുമിച്ച് കൂടിയത്. ഇവിടെ വെച്ചുകൊണ്ടെങ്കിലും ഒന്ന് ചിന്തിക്കണേ. എനിക്ക് ഇന്നലെ ഉച്ചക്ക് അറിയപ്പെട്ട ഒരു ഡോക്ടർ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊരു ഡസൻ ഡോക്ടർമാർക്ക് അള്ളാഹിനെ കുറിച്ച് ക്ലാസ് എടുക്കുകയാണ്, നിങ്ങളൊന്ന് എനിക്കതിലേക്ക് ചേരുവകൾ തരണേ. ഞാൻ ചോദിച്ചു, എന്ത് വിഷയമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ശരീരത്തെ കുറിച്ചൊന്ന് പറഞ്ഞു തന്നാൽ മതി. അപ്പോൾ ഞാൻ തലമുതൽ ഇങ്ങനെ പറയാൻ തുടങ്ങി. ചെകിടത്തി, മൂക്കെത്തി, കണ്ണെത്തി. അയാള് കരയാൻ തുടങ്ങി. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബാ. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെകിടിനെ കുറിച്ച് പഠിച്ച് ഡോക്ടറാൻ കാരണം ഈ ചെകിടിന്റെ ഉള്ളിൽ ഞാൻ തൊട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ അള്ളാഹ് എന്നുള്ള ഇസ്മ എഴുതിച്ചിട്ടുണ്ട്. പിന്നെ ഞാനും അത് കണ്ണാടി പോയിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. എനിക്ക് നിങ്ങളൊന്ന് പരിശോധിച്ചു, ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇനി രണ്ട് കൈ ഇങ്ങനെ നോക്കൂ, 81 18 രണ്ടും കൂടി കൂടിയാ 99. ഇത് അസ്മാഉൽ ഹുസ്നല്ലേ, ഖലീഫന്റെ കൈപ്പത്തിയിൽ അള്ളാഹു ഇശാറത്ത് തന്നില്ലേ. ഇപ്പോഴാ ഓരോരുത്തർ നോക്കണില്ലേ, ആണ്ടോട് നോക്കണു എന്ത് ഡേറ്റാണ് ഇങ്ങനെ ചാമ്പി കഴിക്കണേ നമ്മള്. അതിൻ്റെ ഉള്ളിൽ അസ്മാഉൽ ഹുസ്ന ഉണ്ട്, ഇതിൻ്റെ ഉള്ളിലുണ്ട്. വിരലുകൾ അത്ഭുതങ്ങൾ നോക്കൂ, ഇതിങ്ങനെ നിവർത്തിയിട്ട് മടക്കാൻ കഴിയണേ. അതുകൊണ്ടല്ലേ ഇന്ന് നമുക്ക് ചോറ് കെട്ടാൻ കഴിഞ്ഞത്. രണ്ടിന് കയ്യിലേ ചോറ് തിന്നാൻ കഴിയോ? പാത്രത്തിൽ കൈ വെച്ചിട്ട് ഭൂമി കറങ്ങും എന്താടാ ഉണ്ടേന്നറിയാന്നല്ല, അത് ഉണ്ടെടുക്കാൻ പറ്റുമോ? ഇതിങ്ങനെ മടങ്ങുന്നുണ്ട്, നേരുന്നുണ്ട്. അതുകൊണ്ട് മര്യാദക്ക് പിടിക്കാൻ കഴിയുന്നുണ്ട്. ഇനി ഇവിടൊക്കെ മടങ്ങി നേർന്ന്, പക്ഷെ ഇവിടെ മടങ്ങണില്ല. എന്താ ചെയ്യാ? നേരെ അടുത്തുള്ള കുഞ്ഞാപ്പോക്കൻ്റെ ഉള്ളേക്ക് ഞാൻ പിടിച്ചോളി. മൂപ്പരെടുത്ത ഇന്റെ തൊള്ളേക്ക്. മൂപ്പർക്ക് പച്ചക്കറി പറ്റൂല, എനിക്ക് ചിക്കനും പറ്റൂല. ആണ്ടൂണും കോളായില്ല. ഇവിടെ മടക്കി തന്നു, ഇവിടെ മടക്കി തന്നു. യാ അല്ലാഹ്, ഇടയുക്തിവാദി, നിന്റെ കണ്ണുകൊണ്ടാണോ നീ പടച്ചവനെ തരയുന്നതെങ്കിൽ നീ ആദ്യം നിന്റെ കണ്ണുകൊണ്ട് കണ്ണിന്റെ നേരെ താഴെയുള്ള അവയവമായ മൂക്ക് കണ്ടിട്ടുണ്ടോ? ഓഹോ, ഈ കണ്ണുകൊണ്ട് പടച്ചവനെ കാണെങ്കിൽ കണ്ണിന്റെ നേരെ താഴെ മൂക്കുള്ളത് കണ്ടുക്കണോ? നിന്റെ മൂക്ക് ഞാൻ കാണും, എന്റെ മൂക്ക് ഇയ്യും കാണും. എന്റെ മൂക്ക് ഇയ്യും കണ്ടുക്കണോ? കണ്ടെന്ന് തെളിയിക്ക്. അപ്പൊ ബാക്കി പറയാം. നിങ്ങളെ മൂക്ക് കണ്ടുക്കണോ? നിങ്ങൾ തെളിയിക്ക്. ഞാൻ 1,00,000 ഉറുപ്പിക ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തരാം. കണ്ണാടി പോയാൽ കാണും. നിങ്ങളെ മൂക്കാണെങ്കിൽ കണ്ണാടിയിൽ നിന്നിട്ട് ചോറ് അങ്ങോട്ട് കൊടുത്താൽ പോരെ? ഞാൻ കഴിച്ചോ നടക്കുവോ? അയ്യാണെങ്കിൽ ചോറ് അങ്ങോട്ട് കൊടുത്താൽ പോരെ? അപ്പൊ ചോദ്യം വരും, ഞാൻ കണ്ണാടിന്റെ ഉള്ളിലുള്ള ഇയ്യാണെങ്കിൽ ചോറ് അങ്ങോട്ട് കൊടുത്താൽ പോരെ? നീ 15 കണ്ണാടി ഇട്ടാൽ നമ്മൾ നോക്കി നമ്മളെ മുഖം 15 ആയിട്ടായിരിക്കും. ഇതിൽ ഭേദ ഒറിജിനൽ മുഖം. അപ്പൊ ഈ കണ്ണിന്റെ നേരെ താഴെ മൂക്ക്, അത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. എന്നിട്ട് അതുകൊണ്ട് പടച്ചോനെ കാണാൻ നോക്കണം. എന്താ എന്തൊക്കെ വിഡിത്താ നടക്കണ. അള്ളതിന്റെ അടി തന്നെ വെച്ച് കണ്ണുകൊണ്ട് ശരിക്കും സ്വന്തം ഒന്നും കഴിയില്ല എന്നുള്ളത് തെളിയിക്കാനല്ലേ. യാ അല്ലാഹ്, ആ കണ്ണിൽ നിന്ന് നീര് വരാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി വറ്റിയിട്ടുണ്ടോ? നിങ്ങളുടെ നാടുകളിൽ കിണറുകൾ വേനൽക്കാലത്ത് വറ്റാറില്ലേ? തോടുകൾ വറ്റാറില്ലേ? പുഴകൾ വറ്റാറില്ലേ? പക്ഷെ കണ്ണിന്റെ വെള്ളം വറ്റാറുണ്ടോ? തൊണ്ടയിലെ ഉമിനീര് വറ്റാറുണ്ടോ? ഇതൊക്കെ നമുക്ക് തരുന്നത് ആരാ? അല്ലാഹു 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 صلواتي على النبي وسلامي وهو خير الأنام بدر التمام السلام عليك زين الأنبياء السلام عليك أتقى الأتقياء. മനസ്സറിഞ്ഞിട്ട് അഭിരുചിയോടുകൂടി ഇന്ന് വരെ ഒരു സുജൂദ് നമ്മൾ ആഴ്ച ചെയ്തുക്കണോ? ഒറ്റ സുജൂദ്, ഒറ്റ അത്തയ്യാത്തിലിരുത്തം. നമ്മൾ ഇന്ന് അത്തയ്യാത്തിൽ ഇരിക്കേണ്ടത് അങ്ങനെ തന്നെ തവള ഇരിക്കല്ലേ? തവള ഇരിക്കണ പോലെ തന്നെ അത്തയ്യാത്തിൽ നമ്മൾ ഇരിക്കണം.
പക്ഷെ അത്തയ്യാത്തായിട്ട് ഇരുന്നിക്കണോ? നമ്മൾ നിസ്കാരത്തിൽ ഖിയാമുണ്ട്, അതുപോലെ തന്നെ തെങ്ങു നിൽക്കണ്, ഇങ്ങനെ ഇങ്ങനെ കുത്തരം ഇങ്ങനെ നിൽക്കണം. അതുകൊണ്ടെന്താ? നമ്മൾ റുക്കുണ്ട്, അങ്ങനെ തന്നെ ഉദയത്തിന് കൊണ്ട് തന്നെ പോത്തു നിൽക്കല് റുക്കുവിന്റെ മോഡലല്ലേ? പക്ഷെ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാൽ മുൻകർ, അത് എത്രണ്ണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. എത്രണ്ട്? അതോ വൈലുലിൽ മുസല്ലീൻ തിരിച്ചടിക്കണാണോ? അതിന് നിസ്കരിക്കാത്തവരെന്ന് അർത്ഥമുണ്ട്, നിസ്കാരത്തെ കയറിയിട്ട് ശ്രദ്ധയില്ലാത്ത ഓഫിലെന്നും അർത്ഥമുണ്ട്. അല്ലദീനഹും അൻ സലാത്തി എന്ന് പറഞ്ഞ് മാത്രമേ നമുക്ക് സമാധാനം, ഫീ സലാത്തി എന്ന് പറഞ്ഞില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷെ അന്ന് പറഞ്ഞാലും അവരും പെടും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതാണോ നമ്മുടെ നിസ്കാരം? അതോ ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശായി വൽ മുൻകർ എന്ന് പറഞ്ഞതാണോ? ഇത് അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആളുകളുടെ ഉറൂസിൽ തന്നെ ഇതൊക്കെ ചിന്തിക്കേണ്ടത്. ഒരു വക്കത്തെങ്കിലും ക്ലിക്കായാൽ അൽഹംദുലില്ലാഹ്. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഇത് ഇൽമിന്റെ സദസ്സാണ്, മുതഅല്ലിമീങ്ങളെ സദസ്സാണ്. റബ്ബേ, ഈ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, നേർച്ച കൊടുക്കുന്നവരുണ്ട്, അരി കൊടുക്കുന്നവരുണ്ട്, മാംസം കൊടുക്കുന്നുണ്ട്, പടം കൊടുക്കുന്നവരുണ്ട്. ഈ കോളേജിന് താങ്ങും തണലുമായി ഓടി നടക്കുന്ന കമ്മിറ്റിക്കാരുണ്ട്. അറിഞ്ഞെടുത്തോളം ഈ പ്രദേശത്തുള്ള മഹല്ല് കമ്മിറ്റിയാണ് ഇത് ഏറ്റെടുത്ത് നടത്തുന്നത്. അല്ലാ 200-ലേറെ മുതഅല്ലിമീങ്ങൾ നാളത്തെ പണ്ഡിതന്മാരായി പട്ടാള ചിട്ടയോടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതിൽ പ്രഭാഷകന്മാരുണ്ട്, പാട്ടുകാരുണ്ട്, എഴുത്തുകാരുണ്ട്, എല്ലാത്തിനും കഴിയുന്നവരുണ്ട്. അവര് നാളത്തെ പ്രബോധകന്മാരാ, പണ്ഡിതന്മാരാണ്. അവർക്ക് വേണ്ടി പണം കൊടുക്കുന്നവരെ, പൊന്നു കൊടുക്കുന്നവരെ, സഹായാസ്തങ്ങൾ നീട്ടുന്നവരെ, സേവിക്കുന്നവരെ, സ്നേഹിക്കുന്നവരെ, സഹകരിക്കുന്നവരെ, താങ്ങും തണലുമായി ഓടി നടക്കുന്നവരെ നീ സ്വീകരിക്കണേ അല്ലാ. ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ മരക്കൊത്തിയായ ഹുദ്ഹുദിനെ നീ നാളെ സ്വർഗത്തിലാക്കുമ്പോ അത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാറി നടന്നു എന്നതാണ്. കാരണമെങ്കിൽ 200 ചില്ല മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി അതിൽ ഹാഫിളീങ്ങളുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഓടി നടക്കുന്ന, ബൈക്കിൽ എണ്ണ അടിച്ചുകൊണ്ട് ഓടി നടക്കുന്ന, കാറിൽ എണ്ണ അടിച്ചുകൊണ്ട് ഓടി നടക്കുന്ന ഭാരവാഹികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അല്ലാ, അവരെ നീ സ്വർഗത്തിലാക്കണേ അല്ലാ. ഒരു സംശയവും വേണ്ട, ഈ സ്ഥാപനത്തിൽ മുതഅല്ലിമീങ്ങളെ നെഞ്ചിലും തലയിലും ഏറ്റി താങ്ങും തണലുമാകുന്ന ആണും പെണ്ണും കാര്യമായ തടസ്സമില്ലെങ്കിൽ സ്വർഗത്തിൽ തന്നെയാണ്. അല്ലാഹു നമ്മളൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അമീൻ പറയാ. അല്ലാഹു നമ്മളൊക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് ചിന്തിക്കണേ, ചിന്തിക്കണേ. ഒരു ഡിസ്കഷൻ സബ്ജക്റ്റ് എനിക്കില്ല, അതുകൊണ്ട് ഞാൻ ഒരു സാമ്പാർ വെച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് പോവാം. ആ കാലഘട്ടത്തിൽ കേൾക്കേണ്ട ചില കാര്യങ്ങളായിരിക്കും ഇൻഷാ അല്ലാഹ്. ചിന്തിക്കണേ, ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. അൽഹാകുമുത് തകാതുർ ഹത്താ സുർതുമുൽ മഖാബിർ. നിങ്ങളെ ഈ കോളേജിന്റെ തൊട്ടടുത്ത് തന്നെ വലിയ മഹാന്റെ മക്ബറ, അവിടെ പോയി സലാം പറയാം, അവിടെ നിന്ന് കിതാബ് നോക്കുക. ഇതിനേക്കാളും വലിയ ആലിമീങ്ങൾ ഇനി വേറെ ഇവിടെ ഉണ്ടാകുക? എത്ര സൗകര്യമുള്ള. നാം മുതഅല്ലിമീങ്ങൾ ഒരു ഹദീസ് കേട്ടോളെ. അസദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ മൻ 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 അംകന ത്വലബൽ ഇൽമി ഫലം യത്ലുബ്. ഇൽമു പഠിക്കാൻ സൗകര്യം ഉണ്ടായിട്ട് പഠിക്കാതെ മാറി നിന്നവനാണ് നാളെ ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ പടച്ചവന്റെ കഠിന കഠോരമായ അദാബിന് പാത്രമാവുക എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു ഫീൽഡ് ചിന്തിച്ചുകൊണ്ട് ചാടിപ്പോയവനേക്കാൾ നാളെ അദാബ് കൊണ്ട് പരാജയപ്പെടുന്ന ഒരാള് അബൂജാഹിൽ പോലും ഉണ്ടാവൂല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുതഅല്ലിമീങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇതിനേക്കാളും നല്ലത് പോലീസ് ആവേരും തോന്നിയാൽ അവനേക്കാൾ ഇൽമിനെ നിസ്സാരപ്പെടുത്തിയ ഒരാളോട്ടുണ്ടാവില്ല. വെള്ളക്കുപ്പായം തലേ കെട്ട് എന്നിട്ട് ഇങ്ങനെ വന്ന് എനിക്കൊരു പോലീസുകാരനായാൽ മതിയായിരുന്നു. പടുത്ത് എന്നോടൊരു മുത്തല്ലിം പറഞ്ഞു എനിക്ക് പട്ടാളക്കാരനായാൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞു ബേട്ടാളിനായിക്കോളാം, അതിനേക്കാളും നല്ല എനിക്ക് പറ്റുന്ന ബേട്ടാളിനാകാം. എടോ, ഈ തലയെക്കെട്ടും തൊപ്പിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ പട്ടാളാവും കൊതിക്കും. പട്ടാളായിക്കോ, അതിന് ദീനെതിരൊന്നുമില്ല. പക്ഷെ മുത്തഅല്ലിമായി പഠിക്കുമ്പോഴാണ് പട്ടാളം എന്നല്ല. ഇനി ഡോക്ടർ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല. ഇതാണ്ട് പൂർത്തിയായിട്ട് എന്നിട്ട് നിങ്ങൾ എന്തോ ആയിക്കോ. ഇതിക്ക് കയറി ഇതൊന്നാണ് പൂർത്തിയാക്കി. ഉസ്താമാരെ ഇളയോട് കൂടി ആ ഷഹാദി വാങ്ങിയിട്ടാണ്ട് ഇറങ്ങി. നിങ്ങൾ എന്തായാലും കുഴപ്പമില്ല. പക്ഷെ ഇതിന്റെ അടിയിൽ ഇതിനെ താഴ്ത്തിയിട്ട് വേറൊന്നിന് പൊന്തിച്ചാൽ അവൻ ഇൽമിനെ നിസ്സാരപ്പെടുത്തിയവനാ.
യൂണിഫോം ഉണ്ടായിട്ട് കാര്യമില്ല. അള്ളാഹു തട്ടിക്കളയും, അള്ളാഹു കാത്തിരി. പിന്നെ എവിടെ എത്തുക? അള്ളാണ്ട് തട്ടിയ അള്ളാഹ് ഇൽമോണ്ട് ഉയർത്തി എവിടെ എത്തുന്ന കൊടുത്തില്ല. കാരണം ആമനോ മിക്കും വല്ലദീന ഊത്തുൽ ഇൽമ. പിന്നെ ദറജാത്ത് ജമ്മാക്കിയിട്ടാ പറഞ്ഞു. കാരണം എവിടേക്ക് എത്തുന്നൊരു കൊടുത്തില്ല. അറ്റ പോക്കാണ് കാരണം. തട്ടിയാലും അങ്ങനെ തന്നെയാണ്, എവിടേക്കാതാവും എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ മേൽക്ക് വേണോ അടിക്ക് വേണോ, അത് മുത്താലിമീങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് മുത്താലിമീങ്ങൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യവുമാണ്. ഷാഫി ഇമാം ദർസ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് വക്കീർ റളിയല്ലാഹുവിന്റെ അടുത്ത് കിതാബ് ഓതാണ്. ആ സമയത്ത് ഒരിക്കലും ഒരു പെൺകുട്ടി പോകുമ്പോ കാലിന്റെ തണ്ടം കാലും കണ്ട് കണ്ട് മുട്ടി വരെ യാദൃശ്ചികമായിട്ട് കണ്ടാണ്, കാണണമെന്ന് കരുതി കണ്ടല്ല, ഒട്ട് തെറ്റുമല്ല. പക്ഷെ അന്ന് കിതാബ് തലയിൽ കയറുന്നില്ല. മെമ്മറി എത്രയെന്നറിയാം അവർ, നിങ്ങൾ എത്ര മെമ്മറി ചെയ്യണമെന്നറിയാം. പക്ഷെ അന്നൊന്നും കണ്ട് കയറി കിട്ടില്ല. വക്കീർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ വന്ന് കരയുകയാണ്. ഉസ്താദേ, മെമ്മറി ഡിമായി ഉസ്താദേ, പറയുന്നത് കയറുന്നില്ല. ആ മഹാനായ ഉസ്താദ് തർബിയത്ത് ചെയ്യുകയാണ്. മോനെ, അറിയാതെങ്കിലും അവയവങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്യല്ലേ. അങ്ങനെ വന്നാൽ അള്ളാന്റെ ഇൽമാകുന്ന നൂറ് കയറൂല. ശക്കൗതു ഇലാ വഖീഇൻ സൂഅ ഹിഫ്ദി ഫാർശദനി ഇലാ തർക്കിൽ മഅസി ഫഖാല العلم نور الله حقا ونور الله لا يعطى لعاصي. ഇമാമുന ശാഫി ഒരു പെൺകുട്ടിയെ നോക്കിയാളല്ല, ഔറത്തിലേക്ക് എത്തി നോക്കുന്ന ആളുമല്ല. വരുന്നതിനിടയിൽ തണ്ടങ്കാല് അറിയാതെ കണ്ടുപോയതാണ്. അന്ന് അള്ളാന്റെ പരീക്ഷണം വന്നതാണ്. അപ്പോൾ മൊബൈല് നോക്കിയിട്ട് ആവശ്യമില്ലാത്ത കോമഡികളും പരസ്യങ്ങളും പെണ്ണുങ്ങളെയും കണ്ടുകൊണ്ട് രസിക്കുന്നവന് കിതാബ് മുമ്പിൽ വെച്ചാൽ 100 കിട്ടൂല. കിട്ടുന്നത് നാഫിയാണ്, ഇൽമാകൂല. അക്ഷരങ്ങളാണ്, സൂത്രവാക്യങ്ങളാണ്, കേവലമായ അധ്യാപനങ്ങളാണ്. അതുകൊണ്ട് സ്വർഗത്തിലെത്തൂല്ല. കാരണം അത് സംസ്കരിക്കപ്പെട്ട ഇൽമല്ല. കിതാബിന്റെ പാളയിൽ നിന്ന് എടുത്തിട്ട് കാര്യമില്ല, അതിൽക്കൊരു 100 കയറാണ്ട്. അതാണ് ഇമാം നവവി തങ്ങൾ പറഞ്ഞത്, ലാ തഖുദൂഹു, ആ ഇൽമിനെ നിങ്ങൾ പിടിക്കരുത്, മിമ്മൻ ഒരുത്തനില്ലെന്ന്. അഖ്ദുഹു, ഓൻ പിടിക്കണത് മുൻ ബുത്തൂനിൽ കുത്തുബി, കിതാബിന്റെ പള്ളിയിൽ നിന്ന് നേരം കണ്ടെടുക്കുകയാണ്. ഓന്റെ അടുത്തേക്ക് ഇൽമ പഠിക്കാൻ പോകരുത് എന്നാണ്. മുത്താല ചെയ്യരുത് എന്നല്ല അതിന്റെ അർത്ഥം, മുത്താല ചെയ്യരുത് എന്നല്ല അതിന്റെ അർത്ഥം. ഇതൊന്ന് തഹ്ദീബ് ചെയ്യാണ്ട് അത് ഉസ്താദുമാരുടെ അടുത്ത് പോയിട്ട് ശരിയാക്കിയിട്ട് വേണം പഠിക്കാൻ, അല്ലെങ്കിൽ മൂത്തതിയായി പോകും. ഇബ്നു തൈമിയ്യക്ക് പറ്റിയതാണ്, നല്ലോണം കിതാബ് ഇരുന്ന ആളാണ്, പക്ഷെ മുഹദ്ദബല്ല. നമ്മളെ കേരളത്തിലുണ്ട് അങ്ങനെ കുറെ ആളുകൾ, വീട്ടിൽ നിന്ന് അങ്ങനെ വായിച്ചു പഠിക്കാം, എന്നിട്ട് തൊള്ളേ തോന്നിയൊക്കെയാണ് പറയാം. മുഹദ്ദബാവണയിൽ അതിന് മഹാന്മാരുടെ ഇടപെടൽ. നരകത്തിന്റെ വക്കിലെത്തിയ ആളുകൾ അങ്ങോട്ട് കയറാൻ നേരത്തെ എന്താ അള്ളാഹുവിനോട് പറയണത്? ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു, ലൗ കുന്നാ നുതാലിഉ എന്നല്ല, ലൗ കുന്നാ നഖറഉ എന്നല്ല, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു. ഞങ്ങൾ ഒരു മഹാന്റെ അടുത്ത് കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതാണ് ഈ ഗുരുമുഖം എന്ന് പറയുന്നത്. കണ്ടില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റക്ക് പുസ്തകം വായിച്ചാൽ പോരെ. ഞാൻ എന്തിനാ പറയുന്നത്? ചില ആളുകൾ പറയുന്നുണ്ട് ഇവിടെ അമർത്തിയ കിട്ടാത്ത ഇൽമുണ്ടോ? പറ്റൂല. ഒരു ഗുരുമുഖത്തിന് കിട്ടിയില്ലെങ്കിൽ എക്സ് മുസ്ലിം ആകും. എക്സ് മുസ്ലിമീങ്ങളായി നടക്കുന്നവരൊക്കെ നല്ല വായിച്ചിരുന്ന ആളുകളാണ്, പക്ഷെ ഗുരുമുഖം ഉണ്ടായില്ല. ഒരു ഗുരുമുഖം ഉണ്ടായില്ല. അവിടുന്ന് ഒരു നെലറോ ഒരു 100 കിട്ടാണ്ട് ഐതി കയറിയാൽ നല്ല ആബിദായി മാറും, അല്ലെങ്കിലോ എക്സ് മുസ്ലിമായി മാറും. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ശക്കൗതു ഇലാ വഖീഇൻ സൂഅ ഹിഫ്ദി ഫാർശദനി ഇലാ തർക്കിൽ മഅസി ഫഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖാ വനൂറുല്ലാഹി ലാ യുഅതാ ലിആസി. ഖദർ അലൈഹിസ്സലാം പോണ സമയത്ത് ഒരു കുട്ടിനെ പിടിച്ചു കൊന്നല്ലേ, നമുക്കൊന്നും പറ്റൂല കേട്ടോ. അത് അള്ളാന്റെ നബിയാണ്. ഒരു അഭിപ്രായ പ്രകാരം നീ നബി അല്ലെങ്കിൽ തന്നെ ഒരു മഹാനാണ്. അപ്പൊ അള്ളാഹു കൽപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നമുക്ക് പറ്റുമെന്നപ്പോ അസ്രായിലെ പണി നമുക്ക് എടുക്കാൻ പറ്റുമോ? അസ്രായിൽ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഏൽപ്പിച്ചത് ഖദർ അലൈഹി ഇസ്ലാമിനോട് മറ്റൊരു രൂപത്തിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ എന്താ കാര്യം? ഖദർ അലൈഹി ഇസ്ലാം മൂസാ നബി ഇങ്ങനെ പോവാണ്. പോണ സമയത്ത് കുറെ കുട്ടികൾ കളിക്കുന്നുണ്ട്.
എല്ലാ കുട്ടികളും വരെ കണ്ടപ്പോ കളി നിർത്തി. അപ്പൊ ഒരു കുട്ടി പറഞ്ഞു, ഐക്കടെ പെയ്ക്കട്ടെ 2 മൂല്യന്മാരല്ലേ ഇജ്ജ് കളിച്ചോട്ടോ. അനുസരണൊക്കെ ഉണ്ട് അവിടെ തന്നെ കാണിച്ചിരിക്കണ. 2 മൂല്യന്മാരല്ലേ ഇജ്ജ് കളിച്ചോട്ടോ. മറ്റേ കുട്ടികളൊക്കെ നിർത്തി. ഇപ്പം പറഞ്ഞേ എന്തിനു നിർത്തിന്, ആരെ പഠിച്ചിട്ടാ കളിച്ചുവിടുക. അതിന്റെ അടയാളം അപ്പൊ തന്നെ കണ്ടിരിക്കണം. അപ്പൊ ആ വാപ്പാനും ഇമ്മാനെയും രക്ഷപ്പെടുത്താനും കുട്ടീനെ രക്ഷപ്പെടുത്താനും റഹ്മത്താണ് ചെയ്തത്. പ്രത്യക്ഷത്തിൽ റഹ്മത്തായി തോന്നൂല, പക്ഷെ പഠിച്ച റഹ്മത്താണ് ചെയ്തത്. ഇവിടെ ചോദ്യം, അള്ളാഹ് ആ കുട്ടീനെ നന്നാക്കിയ പോരെ? അങ്ങനെ ആവുമ്പോ ഈ അധ്യാപനം നമുക്ക് കിട്ടുമോ? ഇതൊക്കെ അള്ളാന്റെ പണിയല്ലേ? എന്താ അധ്യാപനം? അദബില്ലാത്ത ഇൽമു കൊണ്ട് ഒരു കാര്യമില്ല. അടിസ്ഥാനം അദബാ. വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ആനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പലപ്പോഴും അൽ ഇമാമുൽ ആളം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ മഖബറയിലേക്ക് പ്രയാസങ്ങൾ വരുന്ന സമയത്ത് അവരെ തവസ്സുലാക്കി ദുആ ചെയ്യാൻ വേണ്ടി പോയിരുന്നു. ആ പോകുന്ന സമയത്തൊക്കെ സുബഹിന്റെ വഖത്തായാൽ ഷാഫി ഇമാം സുബഹിക്ക് ഖുനൂത്ത് ഓതാറില്ല. കാരണം ഖബറിൽ കിടക്കുന്ന അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിനോടുള്ള ഇക്റാമാണ്. അവർക്ക് സുബഹിക്ക് ഖുനൂത്ത് വേണം, പക്ഷെ വേണ്ടാന്ന് വെച്ചു. കാരണം സാഹിബുൽ ഖബർ അതിന്റെ ആളല്ല. യാ അല്ലാഹ്, ഇന്ന് ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയ വന്നിട്ട് വലിയ പടുകൂറ്റൻ ഉസ്താദുമാരെയൊക്കെ ന്യായീകരിച്ച് വിമർശിച്ച് പോലും മറുപടി പറഞ്ഞിട്ട് നമുക്ക് തോന്നും ഇവലൊക്കെ ഷാഫി ഇമാമിന്റെ മുമ്പ് വരേണ്ട ആൾക്കാർ. അത് തോന്നി പോവാ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഒരുപാട് മുത്താലിമീങ്ങളെ ഞാൻ സാഹസിക്കാണ്. കുട്ടികളെ അദബിൽ വളർന്ന, അദബുണ്ടെങ്കിൽ കുറച്ച് മതി. തൗഫീഖുൻ ഖലീലുൻ ഖൈറുൻ മിൻ ഇൽമിൻ കസീർ. കുറഞ്ഞ തൗഫീഖ് കുറെ ഇൽമുള്ളതിനേക്കാളും നല്ലതാണ്. തൗഫീഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഖൽഖുൽ ഖുദ്റത്തി അല തുആ. ഇല്ലാതെ കുറെ സൂത്രവാക്യങ്ങൾ തലയിലേറ്റി നടന്നിട്ട് എന്താ? ചിന്തിക്കണേ, ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ആ തൗഫീഖോടുകൂടി നിങ്ങൾ മുവഫഖായ വളർന്ന നിങ്ങളാണ് രാജാക്കന്മാർ. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ. ഈ ആയത്തിന്റെ തഫ്സീറിൽ പടുകൂറ്റൻ പണ്ഡിതന്മാരുടെ കിതാബുകളിൽ കാണോ, അവിടെ അൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ വിവക്ഷ അത് ഇൽമാണ്, ഇൽമാണ്. ആ ഇൽമ കിട്ടിയ ആളല്ലേ മഹാനായ ശംസുൽ ഉലമാ. ആ ഇൽമ കിട്ടിയ ആളല്ലേ പണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്. ആ ഇൽമ കിട്ടിയ ആളല്ലേ കളമ്പാടി ഉസ്താദിനെ പോലെയുള്ളവര്, നേരത്തെ വഫാത്തായ മദ്ഹബിന്റെ ഇമാമുകള്. ആ ഇൽമ കിട്ടിയ ആളുകളല്ലേ. ഷാഫി ഇമാമിന്റെ പ്രായം 54 അല്ലേ, പക്ഷെ അവരെ മദ്ഹബ് ഫോക്കസ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ 100 വരെ പ്രായമുള്ള, അതിലപ്പുറം പ്രായമുള്ള 200ാമത്തെ വയസ്സിൽ വഫാത്തായ ഷാഫി മദ്ഹബിലെ പണ്ഡിതൻ വരെയുണ്ട്. അവരൊക്കെ ഫോക്കസ് ചെയ്യുന്നത് 54കാരനായ ഇമാമുന ഷാഫി അല്ലേ. കാരണം അവര് രാജാവാണ്, വൈജ്ഞാനിക തറവാട്ടിലെ രാജനാണ്. അതിന്റെ മുമ്പിൽ ഒരു പ്രായമില്ല. ഇൽമാണ് ഏറ്റവും മേലെ. ഇൽമ എന്നുള്ള ആദ്യത്തെ അക്ഷരം അയിനാണ്. അതിന് ഒലുവ് എന്നതിലേക്ക് സൂചനയാണ് എന്ന് കിതാബ് കാണാം. ഒലുവ് ലാസ്റ്റ് അക്ഷരം മീമാണ്. മീമ് മജിദ്. അപ്പോ ഇതിനേക്കാളും മേലെ ഞാൻ ആരും ഇല്ല. വയബ്ഖാ വജ്ഹു റബ്ബിക. അള്ളാന്റെ വജീന് മാത്രം ഉണ്ടാക്കി വെച്ചേ ശേഷിക്കുള്ളൂ. കുല്ലുമൻ അലൈഹാ ഫാൻ. ബാക്കിയൊക്കെ പോകും. ഇൽമു അമല് മാത്രം ശേഷിക്കും. ഇന്നലെ എന്നോട് ഒരാൾ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഖുർആന്റെ അർത്ഥം വെക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, ആരെ പാടില്ല പറഞ്ഞു? അപ്പൊ അർത്ഥം വെച്ചാ പിന്നെ അർത്ഥം ശരിയാണെന്ന് നമ്മക്കണ്ടേ? ശരിയാണല്ലോ, എന്താ എനിക്ക് വേണ്ട ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ ഖുർആൻ അർത്ഥം വെച്ച് നോക്കുമ്പോ അള്ളാഹ്ക്ക് കാലും കയ്യൊക്കെ ഉണ്ട്, നിങ്ങൾ അംഗീകരിക്കുമെന്ന് വെച്ചു. അത് അംഗീകരിക്കൂല. എന്തേന്ന് വെച്ച് ഒരായത്ത് പോയി തന്നു, വയബ്ഖാ വജ്ഹു റബ്ബിക വയബ്ഖാ കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക. ഞാൻ ചോദിച്ച അർത്ഥത്തിൽ ഉറച്ചിക്കോന്ന് വെച്ചു. ആന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ അർത്ഥം ഓം വെച്ചാൽ വെച്ചു കൊടുത്ത്, വയബ്ഖാ അവശേഷിക്കും വജ്ഹു റബ്ബിക, നിന്റെ റബ്ബിന്റെ മുഖം മാത്രം അവശേഷിക്കും. അപ്പൊ എങ്ങനെ നിൽക്കുക? അള്ളാഹ് ഐസും കൊള്ളിമാരി ഇങ്ങനെ, ബാക്കിയൊക്കെ നഷ്ടല്ലോ, മുഖം മാത്രം. ഇങ്ങനത്തെ ഒരു മഅബൂദിനെ എവിടെ കൊണ്ടൊക്കെ നമ്മളെ പൂളത്തറക്ക് കണ്ണേറിട്ടാക്കാൻ വേണ്ടി കൊണ്ടൊക്കെ, കാരണം ബാക്കിയൊക്കെ പോയി മുഖം മാത്രം. അല്ല, അങ്ങനെ അർത്ഥം വെക്കണേ അങ്ങനെ കൂടി മനസ്സിലാക്കണം. അവിടെ വജീഹ് എന്നുള്ളതിൽ മുഖമാണ് അർത്ഥമെങ്കിൽ ബാക്കിയൊക്കെ പോകുന്നതന്നെയല്ലോ ഖുർആനിൽ. അപ്പൊ അള്ളാന്റെ മുഖം. അപ്പൊ അള്ളാഹ് അങ്ങനെ ഒരു ഐസും കൊള്ളി. എന്താണ് ഈ പറയുന്നത്?
അള്ളാഹു ഇങ്ങനെയുള്ളവരുടെ ഷർറിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു ഏത് അണ്ടനും അടകോടനും പരിഭാഷ കണ്ടെടുക്കുക, ഒരു മലയാള പുസ്തകം വായിക്കുക, എന്നിട്ട് ഇങ്ങനെ പറയാ ഇമാമുനെ ഷാഫി അങ്ങനെ പറഞ്ഞല്ലോ സാറേ അബൂ ഹനീഫ. പടുജാലിങ്ങളല്ലേ അങ്ങാടി നിന്നൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇവരോടൊന്നും മറുപടി പറയാൻ നമുക്ക് കഴിയില്ല, കാരണം പറഞ്ഞാൽ തിരിയില്ല, എന്നാ തൊട്ട് പഠിക്കൂല. പിത്തിനിയും ബസാദും എന്നിട്ടൊക്കെ വലിയ അന്താരാഷ്ട്ര പണ്ഡിതന്മാർ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയല്ലേ യുക്തിവാദികളാകുന്നത്. അപ്പോഴാണ് ഈ കുട്ടികളെ കണ്ട ഉസ്താമാരുടെ തർബിയത്തിൽ ഇവിടെ ഭക്ഷണമുണ്ട്, ശിക്ഷണമുണ്ട്. അങ്ങനെ കിട്ടണ ഇൽമില് നൂറുണ്ടാവും. അവര് നാളത്തെ ദായികളുമാവും. അവർക്ക് താങ്ങും തണലും. അവരെ കെയറോഫിൽ സ്വർഗത്തിൽ പോകും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മുടെ റജായി ശരിയാക്കി തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ഉമ്മമാരെ ചിന്തിക്കണേ. ഇന്നത്തെ കാലം നിങ്ങൾക്കറിയുമോ? ഞാൻ പറയണ്ടല്ലോ. ഇവിടെ എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഷമീർ ഫൈലി പറഞ്ഞില്ലേ, സയ്യിദ് അമീദ് അലി ശിഹാബ് തങ്ങൾ വിശാലമായി സൂചിപ്പിച്ചില്ലേ, ഉമ്മായെ കൊല്ലുന്നവർ രംഗത്താണ്, വാപ്പായ അറുക്കുന്നവർ രംഗത്താണ്, പെങ്ങളെ മാനഭംഗപ്പെടുത്തുന്നവർ രംഗത്താണ്. കാരണോ MDMA ആണ്. പള്ളിയിൽ MDMA, സ്കൂളിൽ MDMA, മദ്രസയിൽ MDMA, പിച്ചവെച്ച് വളരുന്ന കൊച്ചുമക്കളുടെ തൊള്ളയിൽ MDMA, മൊക്കനയിട്ട പെൺകുട്ടികളുടെ മൊക്കനക്കുള്ളിൽ MDMA കെട്ടുകളാ. നിസ്കാരത്താകുള്ള അജയമാരെ മക്കള് MDMA-യുമായി പാതിരാവിനെ പകലാക്കി ബൈക്കില് ഓടുകയാണ്. ഇത് ചുണ്ടിന്റെ പല്ലിന്റെ ഇടയിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ തിരിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോ വാപ്പാരാന്ന് തിരിയൂല, ഉമ്മാരാന്ന് മനസ്സിലാകൂല, പെങ്ങളെന്താന്ന് തിരിയൂല. എന്നിട്ട് വീടുകളിൽ കണ്ടാമൃഗത്തിനെ തോൽപ്പിക്കുന്ന തൊലിക്കട്ടിയുള്ള രാക്ഷസന്മാരുടെ സ്വഭാവമുള്ള കൊലയാളികള് നമ്മുടെ കാതകന്മാർ നമ്മുടെ ഭക്ഷണം കഴിച്ച് നമ്മുടെ വീടുകളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കാലമല്ലേ. ഇങ്ങനൊരു കാലം വരാനുണ്ടെന്ന് നേരത്തെ പ്രവചിച്ചില്ലേ നബിയുനാ റസൂലുള്ളാഹി. النبي حاضرون علموا علم اليقين أن رب العالمين فرض صلى عليه أن رب العالمين فرض صلى عليه الله 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 الله. ഈ മനോഹരമായ ബൃഹത്തായ മഹത്തായ സ്വർഗീയ ഭൂമികയിൽ നിന്ന് മദീന മലർവാടിയുടെ കസ്തൂരി മണ്ണിൽ കവൾ വെച്ചുകൊണ്ട് വിശ്രമിക്കുന്ന കോടികളുടെ ഹൃദയങ്ങളിലുള്ള മനനങ്ങൾ വായിച്ചുകൊണ്ട് പ്രയാസങ്ങൾക്ക് പരിഹാരത്തിന്റെ പരവതാനി വിരിച്ചുകൊണ്ട് വിശ്വമാന വിഘാതയുടെ വിമോചന ഗീതമായി പ്രപഞ്ചത്തിൽ പ്രഭചൊരിഞ്ഞ പ്രവാചക പൂങ്കവരായി പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പ്രകാശ പ്രളയമായി അള്ളാന്റെ മുത്തായി ലോകത്തിന്റെ സ്വത്തായി അള്ളാന്റെ ഹബീബേ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇത്ര സ്വലാത്തിന് ആവശ്യമുള്ള ആളുകൾ ഒന്ന് ഉറക്കെ ചൊല്ലിക്കണം. മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. മദീനയിൽ നിന്ന് ഈ സദസ്സിലേക്ക് ലൈക്ക് കിട്ടാൻ, മദീനയിൽ നിന്ന് നദർ കിട്ടാൻ, മദീനയിൽ നിന്ന് ഷഫാഅത്ത് കിട്ടാൻ, മദീനയിൽ നിന്ന് ഹെൽപ്പ് കിട്ടാൻ, മദീനയുടെ കയ്യൊപ്പ് കൊണ്ട് മദത് കിട്ടാൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. നിങ്ങൾ നോക്കൂ, ഞാനിപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴിച്ചു. ഈ വെള്ളത്തിന്റെ ചേരുവ എന്താ? ഞാൻ മിഞ്ഞാന്ന് ആ ഡോക്ടറോട് വെച്ച് പല്ലിന്റെ ചേരുവ എന്ന് പറഞ്ഞു തരുമോ, എല്ലിന്റെ ചേരുവ എന്ന് പറഞ്ഞു തരുമോ, ഞരമ്പിന്റെ ചേരുവ എന്ന് പറഞ്ഞു തരുമോ? ഇതിനൊക്കെ ചേരുവ എന്തെന്നാ? അല്ലാഹുവേ, നമുക്കിങ്ങനെ ഒരു പാത്രം ഉണ്ടാക്കണമെങ്കിൽ നമ്മളെ ഈ പാത്രം ഉണ്ടാക്കാൻ വേണ്ടി എത്ര ഏക്കർ വലുപ്പത്തിൽ ഫാക്ടറി തുടങ്ങേണ്ടി വരും? ഒരു പാത്രം ഉണ്ടാക്കാൻ, ഈ ഗ്ലാസ് ഉണ്ടാക്കാൻ എത്ര വലിപ്പമുള്ള യന്ത്രം വേണ്ടി വരും? എന്നാൽ ഈ മനുഷ്യനെ അള്ളാഹു തആല ഉണ്ടാക്കിയത് ബലൂണ് പോലെയുള്ള ഇരുട്ടുള്ള ഒരു ഒറയിൽ, അവിടെ ഒരു ബൾബും കൂടി ഇല്ല. ബൾബ് എത്തിക്കാത്ത അങ്ങനത്തെ ഒരു സാധനത്തിന്
മനുഷ്യനെ ഉണ്ടാക്കാൻ കഴിയില്ല. ഇനി ഇങ്ങനെ ഒരു സാധനം ബൾബില്ലാത്ത ഇരുട്ട് റൂമിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. ഈ മനുഷ്യന്റെ ശരീരത്തിൽ ലിവറും കുടലും എല്ലും ചുണ്ടും മുടിയൊക്കെ ഉള്ളിൽ തന്നെ കിട്ടിക്കണല്ലോ. പുറത്തു നിന്നിട്ട് മുടി കളയല്ലേ നമ്മള്. ഇവിടെ നിന്നിട്ട് വാപ്പിയമ്മ വെച്ചു കൊടുത്താലല്ലോ മുടി. ഇതൊക്കെ അള്ള ഉണ്ടാക്കിയതോ ഒരു ഇരുട്ടുള്ള ഒരു ബലൂണിന്റെ ഉള്ളിൽ വെച്ചിട്ട് അവിടെ ഒരു ബൾബും കൂടി ഇല്ല. അതിനുള്ളിക്കാരെ നരമ്പോടുന്നത് ബാപ്പ നരമ്പച്ചൂടക്കാരനാ. അതിനുള്ളിക്കാരെ എല്ലോടുന്നത് ഉമ്മ എല്ലിയ ചൂടക്കാരത്തിയ. അതിനുള്ളിക്കാരെ രക്തം കൊടുന്നത് 1,00,000 കിലോമീറ്റർ നീളുന്ന നരമ്പുണ്ട് ഇന്ത്യങ്ങളെ ഉള്ളില്. അടിച്ചോക്കിയങ്ങള്. ഞാൻ അത് പുസ്തകത്തിൽ വായിച്ച നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ച് മേടിയാ കിട്ടുമോ? ഞാൻ ഇതിന്നൊന്നും വല്ല എടുക്കലില്ല, അതുകൊണ്ട് മെമ്മറിയൊന്നും പോവില്ല. ഇതിന്ന് എടുത്താൽ കുമ്പളേണീക്കാറ്. കുറെ ആൾക്കാരുണ്ടോ ചോദിക്കും നിങ്ങളെന്താ പുസ്തകത്തൊന്നും വെച്ച്. എനിക്ക് പുസ്തകം വെക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ നേരിട്ട് വായിച്ചെടുക്കണം. അത് അവിടെ ഉണ്ടാവും. ഇതിന്ന് എടുത്താൽ കുമ്പളേണീക്കാറ്. നിങ്ങൾ പരിശോധിച്ച് നോക്കി. അപ്പൊ അല്ലാതെ ദീന് ഇൽമെടുക്കരുത്. ഇത് ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി. ദീന് മാത്രം എടുത്ത് എന്തുണ്ടാവും? ആരെങ്കിലും എന്തെങ്കിലും മസല വെച്ചാൽ ഇൽമി ഫി മുബൈലി മുബൈലി ഫി സുന്ദൂഖി സുന്ദൂഖി ഫി ബൈത്തി നതീജ ഫഇൽമി ഫി ബൈത്തി. മൂല്യര് പുറത്തു ഇൽമു വഴിയിൽ വരും. എന്നൊരു മസല വെച്ചാൽ പറയാൻ കഴിയണില്ല, ആണ്ടുകൊണ്ട് നട്ടം തിരിയാണ്. കാരണം എന്താ? ഒക്കെ ദീന് മേടിയെടുക്കുകയാണ്. നമ്മളെ ഷെയ്ഖും മുറബിയൊക്കെ ഇപ്പൊ മൊബൈലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മൊബൈൽ ഒരു വസീലാണ്, അത് സഹായത്തിന് എടുത്തുവിടാവുന്നല്ല. പക്ഷെ അത് മാത്രം ഈത്തിമാദ് ചെയ്താൽ ഇനിയുള്ള ലോകത്ത് ജുഹാല് നിറയും, വേഷം കൂടും ചെയ്യും. ആളുകൾ മസൂലയ്ക്കും ഓനക്ക് മൊബൈൽ ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ റേഞ്ച് ഉണ്ടാവില്ല, പറഞ്ഞു കൊടുക്കണത് തെറ്റും ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പഴമക്കാരെ അടുത്ത് നമ്മൾ എത്തൂല. ആക്കെ വെറുതെ പറയണ. നമുക്കങ്ങനെ ബുദ്ധിക്ക് ഓരോന്ന് ഇഫരീത്ത് പറഞ്ഞെന്നൊക്കെ നമ്മൾ പ്രസംഗിക്കാൻ നിൽക്കരുത്. നമ്മൾ 1000 ആൾ കൂടിയാലും ശംസുലമന്റെ കാൽഭാഗത്തൂല. അത് വേറെയാണ്, അത് വേറെ ലോകാണ്, വേറെ കാലമാണ്, വേറെ ആളുകൾ. നമുക്കങ്ങനെ തോന്നും. ആ തോന്നൽ തന്നെ ഒരു ഇഫരീത്തിന്റെ പണിയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഉള്ളത് നൂറാക്കാൻ വേണ്ടി പെടാപെട്ട് പരിശ്രമിക്കണേ. അങ്ങനെയുള്ള മുത്തഅല്ലിമീങ്ങളെ സഹായിക്കണേ. അള്ളാഹുവിന്റെ സഹായം ആ ഉമ്മാക്കുണ്ട്, ഉപ്പാക്കുണ്ട്, ഒരു സംശയവും വേണ്ട. അള്ളങ്ങട്ട് കൂടെ പിന്നെ എന്തിനാണ് ഈ പേടി? ഫിറഔന്റെ കാലത്ത് ഫിറഔന്റെ ശിങ്കിടികൾ വീട് കയറി ഇറങ്ങാണ് ആൺകുട്ടികളെ കൊല്ലാൻ വേണ്ടി. മൂസാ നബിന്റെ ഉമ്മാന്റെ കയ്യിൽ മൂസാ നബി ഉണ്ട്, ആൺകുട്ടിയാണ്. അവര് വീട്ടിൽ വന്നാൽ ഈ കുട്ടിനെ ഒളിച്ചിരുത്തിയാല് കൊലയിൽ നിന്ന് രക്ഷപ്പെടാം. കാരണം ഒന്നും ഒളിച്ചിരുത്തിയാൽ മതിയല്ലോ, അല്ലെങ്കിൽ കുട്ടി ഉറങ്ങുകയാണെങ്കിലും മോല് തപ്പൂല. നേരെ മറിച്ച് അള്ളാന്റെ പണി എന്താരോ? കൊല ചെയ്യപ്പെടും, ജീവൻ കിട്ടൂല എന്ന് ഉറപ്പുള്ള സ്ഥലത്തേക്ക് കുട്ടിനെ തട്ടാൻ വേണ്ടി പറഞ്ഞു. ഒരു ചെറിയ പൈതലിനെ പെട്ടിയിലാക്കിയാൽ തന്നെ ശ്വാസം മുട്ടി മരിക്കും. എന്നിട്ട് അതിനെ കൊണ്ടുപോയിട്ട് പുഴയിലിടുക. പിന്നെ മരിക്കുന്നു സംശയിക്കുന്ന അർത്ഥമുണ്ടോ? പെട്ടിയിലാക്കിയാൽ തന്നെ മരിച്ചു. ആ പെട്ടി കൊണ്ടുപോയിട്ട് പുഴയിലിട്ട് അങ്ങനെ ഉണ്ടാവും പൈതലിനെ. എന്നാ പിന്നെ ഈ ഫിറഔന്റെ പോലീസുകാരും വരിയിലിരുത്താൻ നല്ലത്. കാരണം അവരെ കണ്ണുപെടാതെ കഴിച്ചിലാൻ സാധ്യതയുണ്ട്. ഇതൊരിക്കലും കഴിച്ചിലാവില്ല. അപ്പൊ കഴിച്ചിലാൻ സാധ്യതയുള്ളവർക്ക് മരിക്കുന്ന ഉറപ്പുള്ളവർക്ക് കിടാൻ അള്ള പറഞ്ഞു. അങ്ങനെ അള്ള പറഞ്ഞു ഞാൻ മടക്കി തരാറിന്. ഇനിയൊന്നും ഇന്ത്യക്കല്ല. ഈ ഒരു വിശ്വാസം നമുക്ക് പോയി. അതങ്ങോട്ട് പോയി. മൂസാ നബിന്റെ ഉമ്മ നബിയല്ല, എന്നാലും അതിൽ ഉറച്ചുണ്ടെന്നു. അള്ള കിനാവിലാ പറഞ്ഞു കൊടുത്തത്, നേരിട്ടല്ല. നമ്മള് മടക്കി തരാം, പെട്ടി കിട്ടുമോ? കുട്ടീനെ പെട്ടിയിലാക്കിയിട്ട് പോയി കണ്ടു. ഞാൻ പെട്ടി പോണത് എവിടുക്കാ? ഫിറഔന്റെ കൊട്ടാരത്തിന്റെ അവിടുക്ക്. പൊരയിൽ വെച്ചാ സലാമത്താൻ സാധ്യതയുണ്ട്. ഇത് 3 കൊലയ്ക്കാ പോണത്. പെട്ടിയിലാക്കി മരിക്കാൻ സാധ്യതയുണ്ട്. പുഴയിൽ കിട്ടു, മരിക്കുന്ന ഉറപ്പാണ്. ഇനി ഈ പുഴയിൽ നിന്ന് ഈ പെട്ടി നേരെ ഒഴുകുന്നത് ഫിറഔന്റെ കൊട്ടാരത്തിന്റെ ഭാഗത്തു കൂടി. അവിടുന്ന് പെണ്ണുങ്ങൾ വന്നിട്ട് ഇത് എടുക്കും, കുട്ടിനെ കൊണ്ടുപോകും, ഫിറഔന്റെ അടുത്ത് കൊടുക്കും, അർക്കും ചെയ്യും. അപ്പോ സംശയത്തിന് കൊല ചെയ്യപ്പെടുമെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് ഇടാനുള്ള പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നമ്മൾ മടക്കി തരാന്ന് പറഞ്ഞു. മൂസാ നബിന്റെ ഉമ്മ നിന്ദിച്ചില്ല. അള്ള മടക്കി തരാന്നല്ല പറഞ്ഞത്, പെട്ടിയിലാക്കിയിട്ട് പുഴയിൽ കിട്ടും. യാ അല്ലാ, മൂസാ നബി എവിടെ എത്തി? യൂസുഫ് നബിന്റെ ജ്യേഷ്ഠന്മാര് ആ പൈതലും കൊണ്ടിട്ട് പൊട്ടങ്കറ്റ് കട്ടത്. പൊട്ടങ്കറ്റിൽ നിന്ന് ബക്കറ്റിക്ക്, ബക്കറ്റിൽ നിന്ന് മാർക്കറ്റിക്ക്, മാർക്കറ്റിൽ നിന്ന് കൊട്ടാരത്തിക്ക്, കൊട്ടാരത്തിൽ നിന്ന് ജയിലിക്ക്, ജയിലിൽ നിന്ന് രാജാവ്. യാ അല്ലാ, ഈ അള്ളാന് അള്ള അന്നും ഇന്നും എന്നും ഒരുപോലെ അല്ലേ? അള്ള പറഞ്ഞ അന്നെ നമ്മള് തരാം, ഇതിന് പണിയെടുത്താൽ മതിയെന്ന്. നമുക്ക് വിശ്വാസമില്ല. കല്യാണത്തിന്റെ തലേന്ന് നിന്റെ മോളെ കെട്ടിക്കുമ്പോ നീ ഹൈറാനായിട്ട് ഇങ്ങനെ ഇരിക്കുക. യൂസുഫ് അലി സാഹിബ് വിളിച്ചിട്ട് പറഞ്ഞു പേടിക്കണ്ട, നാളെ ഞാൻ ഒരാളാണ് പറഞ്ഞേക്കാന്ന്. എല്ലാ പേടിയും പോയി. ഓർക്കും രാവിലെ എത്തൊന്നും ചെയ്യേ. യൂസുഫ് അലി സാർ ഇന്നലെ വിളിച്ചിരുന്നു പറയും. യൂസുഫ് അലി സാഹിബിന്റെ വർത്താനത്തിന്റെ ഒരു യക്കീൻ അള്ളാന്റെ വർത്താനത്തിൽ ഇല്ലേ?
അള്ളാഹ് ഖുർആനില് നബിനോട് മാത്രമല്ല പറയണേ, നമ്മളോടാണ്. ഓരോ ആയത്തും 6000 ചില ആയത്ത് നമ്മളോടാണ് പറയണേ. പക്ഷെ യഖീനില്ല. അവിടെയാണ് പഴയ കാലത്ത് യഖീനുള്ള ഉമ്മമാര് പ്രോജ്വലിച്ചു നിൽക്കുന്നത്, പെങ്ങന്മാര് ഉയർന്നു നിൽക്കുന്നത്. ഞാൻ മുത്തഅല്ലിമീങ്ങള് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് മരിച്ചുപോയ അമീൻ ദ്വീപിലെ ഫതഹുല്ലാ തങ്ങളെ കുറിച്ച് ഞാൻ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ്. ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് അമീനി ദ്വീപിലേക്ക് 10 ദിവസങ്ങളിൽ തുടർച്ചയായ പ്രഭാഷണത്തിന് ബഹുമാനപ്പെട്ട ഫതഹുല്ലാ തങ്ങൾ ഈ വിനീതനെ ക്ഷണിച്ച് ഞാൻ പോയിരുന്നു. അവിടെ ഒരു മക്കാമുണ്ട്. ആ മക്കാമിൽ കിടക്കുന്നത് ഷെയ്ഖ് അഹ്മദ് എന്ന ആളാണ്. ആ മക്കാമിൽ ഒന്ന് കയറി സലാം പറഞ്ഞു ഒരു പ്രത്യേക അനുഭൂതിയാണ്. അതാരാന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ മഹാനായ ഫതഹു തങ്ങളോട് ചോദിച്ചു, തങ്ങൾ പാപ്പായി ഖബറിൽ കിടക്കുന്നത് ആരാണ്? എന്നോട് പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ, അത് നിങ്ങളുടെ പൊന്നാനയിൽ 10 കൊല്ലം തുടർച്ചയായി ഓതിപ്പടിച്ച ഷെയ്ഖ് അഹ്മദാ. അപ്പൊ ഞാൻ അവിടുത്തെ SKSF-ന്റെ കുട്ടികളോട് ചോദിച്ചു, അവരുടെ ചരിത്ര പുസ്തകം ഉണ്ടോന്ന് വെച്ചു. എന്റെ കയ്യിൽ ഒന്ന് കൊണ്ടുവന്നു. താലിമിങ്ങളെ, അന്നത്തെ പഠനം ഇന്നത്തെ പഠനം എന്താ? ഈ ഫതഹുല്ലാ തങ്ങൾ എന്നോട് പറയുന്നുണ്ട്, വാപ്പിമ്മി വന്നിട്ട് പാൽക്കപ്പൽ കയറ്റി. അന്ന് ഇന്നത്തെ പോലത്തെ ശാസ്ത്രീയ സംവിധാനമുള്ള കപ്പലല്ല, കാറ്റിന്റെ സാന്ദ്രയിൽ പോകുന്ന പാലക്കപ്പലാണ്. ആ പാലക്കപ്പലിൽ കയറ്റിയിട്ട് അസ്സലാമു അലൈക്കും, കണ്ണെത്താ ദൂരത്തേക്ക് നോക്കുന്നു. തിരിച്ചു വരും, അവിടെ എത്തുമെന്ന് ഉറപ്പില്ല. ഇലിമിനാണ്ട് വിടുകയാണ്. അവിടെ എത്തുന്ന ഉറപ്പില്ല, തിരിച്ചു വരുന്ന ഉറപ്പില്ല. മീ മാപ്പി വന്നിട്ട് യാത്രയൊക്കെയാണ് മോനെ ഇലിമിന് വേണ്ടിയിട്ട്. യാ അല്ലാഹ്, ഇന്ന് മുത്താലിമീങ്ങളെ ഇന്നോവയാണ് പള്ളിന്റെ ചുറ്റുഭാഗത്ത് ഫുള്ള്. ദർസിന്റെ അവിടെ ഞാൻ പറഞ്ഞു. ഇപ്പൊ അടുത്ത് ഞാനൊരു മുത്താലിമുണ്ട്, ഇന്നോവയിൽ സ്പീഡ് പോണ്. അപ്പൊ എന്നെ കണ്ടപ്പോ ചവിട്ടി. ഞാൻ ഇവിടെ എന്നോടാണ് ചെലവ് മുടക്കാൻ പോണ്. നോക്കുകയാണെങ്കിൽ ഒരു മുത്താലിമ ചെലവ് മുടക്കാൻ പോകുന്നു. അങ്ങനെയല്ല, ഏതോ കുട്ടികളൊക്കെ കൂടി പള്ളി ഒഴിവാക്കിയിട്ട് കുറച്ച് മുമ്പ് പോയപ്പോൾ അവിടുത്തെ കാരനോട് വെച്ച്, എന്താ ഞങ്ങൾ 4 ആളും കൂടി ഒരുമിച്ച് പോണ്, അവിടെ വോഡഫോണിന് റേഞ്ച് ഇല്ല. കുട്സാമാരായിട്ടുള്ള ബന്ധപ്പം അങ്ങനെ, മൊബൈലിന് റേഞ്ച് ഉണ്ടോ ഇല്ല എന്നുള്ള. ഈ ഷെയ്ഖമൈൻ എല്ലാരും കൂടി യാത്ര, വാപ്പിയമ്മയും ഒക്കെ കൂടി പൊന്നാനിയിൽ ഒന്നെത്തി. അന്ന് തിന്നാനുമില്ല. കോയക്കുട്ടിസായ കണ്ണീത്തുസ്ഥാനത്ത് ഗോതാം പൊന്നാനി പോയപ്പോഴേ കണ്ണീത്തുസ്താ പറഞ്ഞു, ഇന്റർവ്യൂക്ക് കഴിഞ്ഞു. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ആനക്കര എന്നുള്ളതിന്റെ വജൂത്ത് തസ്മിയത്ത് ചോദിച്ചു. ആ കോയക്കുട്ടിസാ പറഞ്ഞു കൊടുത്തു. ഇന്റർവ്യൂ കഴിഞ്ഞു. ഇവിടെ ഓതി പഠിച്ചോ, എനിക്ക് അക്കലും ഭാവമൊക്കെ ഉണ്ട്, ഓതി പഠിച്ചോ, പക്ഷേ തിന്നാൻ കിട്ടൂല. കാക്കോട്ട് സാറിന് ഞാൻ തിന്നാൻ വന്നതല്ല, ഉസ്താദിന്റെ അടുത്ത് ഓതി പഠിക്കാൻ വന്നതാണ്. യാ അല്ലാഹ്, ഈ കുട്ടിക്ക് മുത്താലിമിന് ചെലവൂടൊന്നും കിട്ടിയില്ല. അവസാനം ബിസ്ക്കറ്റിംഗ് കമ്പനീൻ്റെ അവിടെ പോയിട്ട് അവർക്ക് മങ്കൂസ് മലോത് ഓതി കൊടുത്തിട്ട് അവർ തന്നെ ബിസ്ക്കറ്റിന്റെ പൊട്ടും പൊടിയും തിന്നു, രാവിലെ പച്ചവെള്ളം കുടിക്കും. അങ്ങനെ 3 നേരം കഴിച്ചിട്ട് ഓതി പഠിച്ചു. അവരൊക്കെ എവിടെ എത്തി? ഈ ഷെയ്ഖാമേൻ എല്ലാരും കൂടി യാത്ര അയച്ചു. ഷെയ്ഖാമ പള്ളിയിൽ എന്നിട്ട് ഓതി പഠിക്കാൻ തുടങ്ങി. അന്നത്തെ പാപ്പാനിമാനി കത്ത് ഇല്ലന്റെ ഓരോന്നും വരും. പക്ഷേ ഫൈനൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വാആത്ത് വഔലാ മാ ഉൻഫിഖത ഫീഹി നഫായിസുൽ ഔഖാത്ത്. അവിടെ പിന്നെ കത്തൊന്നും നോക്കൂല, ഇൽമു പഠിക്കാനുള്ള അവസരമല്ലേ, ഇസ്തിഗാൽ മൊത്തം അതിലായി. അപ്പൊ കത്തുകൾ ഇങ്ങനെ വരണ, ഇങ്ങനെ കൂട്ടിയിട്ട് അന്ന് അയമുട്ടിയാണ്. അയമുട്ടിന്റെ പഠനമൊക്കെ കഴിഞ്ഞ് കൊല്ലങ്ങൾ കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ പോവാണ്. അന്നത്തെ ബിരുദം വിളക്കത്തിരിക്കല. വിളക്കത്തിരുന്നിട്ട് അയമുട്ടിനെ ഗുരുത്വം കൊടുത്തിട്ട് ഉസ്താദ് ദീപക്ക് പറഞ്ഞേക്കാണ്. അപ്പൊ പോണേന്റെ തലേന്ന് അയമുട്ടി രാവിലെ തുടങ്ങി പഴയ കാലം മുതൽ വന്ന കത്തുകളൊക്കെ വായിക്കാൻ. കാരണം കിതാബോത്തൊക്കെ തൽക്കാലം നിന്നു, വിളക്കത്തിരുന്ന് പോവല്ലേ. അപ്പൊ ആദ്യകാലത്തെ കത്ത് ബാപ്പിയും കൂടി എഴുതിയതാ. കുറെ കത്ത് കഴിഞ്ഞപ്പോ എടുത്തു നോക്കുമ്പോ ബാപ്പാന്റെ പേരില്ല, കാരണം ബാപ്പ മരിച്ചു. പിന്നെ ഉമ്മാന്റെ കത്താണ്. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഉമ്മാന്റെ പേരില്ല, ഉമ്മയും മരിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങന്മാരെ കത്താണ്. കാലം കുറച്ചു കഴിഞ്ഞപ്പോൾ പെങ്ങന്മാരില്ല, കുടുംബക്കാരെ കത്താണ്. ലാസ്റ്റ് കത്ത് വായിച്ചപ്പോൾ തന്നെ യാത്ര അയച്ച ഒരൊറ്റ കുട്ടിയുടെയും പേരതിലില്ല. കാരണം യാത്ര അയച്ച വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരിലും പലരും ഖബറിലാ. നാട്ടിലേക്ക് പോകുന്നതിന്റെ തലേന്ന് ഈ കുട്ടിയൊരു മൂലക്കരിന്ന് പൊട്ടി കരയുകയാണ്. അന്നത്തെ മഹദൂമ് ചിന്തിച്ചു, പിരിയുന്നതിന്റെ സങ്കടം കൊണ്ട് കരയുകയാണെന്ന്. ഉസ്താദ് റൂമിലേക്ക് വിളിച്ചു, അയമുട്ടിയെ എന്തിനാണ് കരയുന്നത്? ഉസ്താദ്, യാത്രയച്ച വാപ്പയില്ല, ഉമ്മയില്ല, വീട്ടുകാരിൽ പലരുമില്ല.
സങ്കടം കൊണ്ട് കരയുകയാണ്. അത് നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത്? ലാസ്റ്റ് കത്തില് ആദ്യത്തെയും അതാ നടുവിലത്തെയും കത്ത് വരുന്ന സമയത്ത് അതിലുള്ള പേരുകളൊന്നും ഇല്ല ഉസ്താദ്. ആ അതവുള്ള ഗുരുത്വമുള്ള കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അന്നത്തെ ഉസ്താദ് തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, അഹമ്മദേ നീ ധൈര്യമായി പോയിക്കോ, നിനക്ക് ദ്വീപിന്റെ നാനാഭാഗങ്ങളിലും ധാരാളം കുടുംബക്കാർ റൂഹിന്റെ ലോകത്തുണ്ടാകും അഹമ്മദേ, മക്കളുണ്ടാകും അഹമ്മദേ, പേടിക്കണ്ട. അവര് പല ദ്വീപുകളിലും ഒരുപാട് മുരീദന്മാരുള്ള തബറുക്കിന്റെ ശൈഖായിരുന്നു. അന്നത്തെ പഠനം ഇന്നത്തെ പഠനം തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് നമുക്കുള്ള സൗകര്യം വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കുക, ഉസ്താമാരുടെ ഗുരുത്തം വാങ്ങി പോവുക, അവർക്ക് താങ്ങും തണലുമായി കുറെ കമ്മിറ്റിക്കാരൊപ്പം. ഇതൊക്കെ തന്നെ സ്വർഗത്ത് പോകാനുള്ള ഏറ്റവും നല്ല മാർഗം. വേറെന്താ ഇനി ഇന്നുള്ളത്? ബക്കറ്റൊക്കെ നല്ല സംഭാവന തരും ചെയ്യാം, ഒക്കെ തന്നെ. വേറെന്താ? വേറെ ഒന്നുമില്ല. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കോലത്തിൽ ജീവിച്ചു മരിച്ചാൽ സ്വർഗത്തിൽ കടത്തി എന്നുള്ളത് ശരി. പക്ഷെ ഖുലൂദിനുള്ള എന്താ നമ്മളെടുത്തുള്ളത്? ഖുലൂദും അള്ളാന്റെ വകനല്ല. നമ്മൾ ആകെ ജീവിക്കുന്നത് 60 കൊല്ലം, ഇനി കൂടി 70 കൊല്ലം, 100 കൊല്ലം ജീവിച്ച ആകെ കിട്ടുന്ന 30,000 ദിവസമല്ലേ? ഈ ഉമ്മത്തിന് ആവറേജ് 25,000 സംതിങ് ദിവസം കിട്ടുള്ളൂ. കൂടിയ 30,000 ദിവസം, അതിന്റെ അപ്പുറം പോകൂല. അതിൽ ഒരു ദിവസം കിട്ടുന്ന 86,400 സെക്കൻഡാണ്. ഈ 86,400 സെക്കൻഡിനാണ് 24 മണിക്കൂർ എന്ന് തരാം. അതിൽ എത്ര മണിക്കൂറാണ് അള്ളാന്ന് മനസ്സറിഞ്ഞ് വിളിക്കാൻ നമ്മൾ ഉപയോഗപ്പെടുത്തിയത്? അതിനെ വിളിക്കാൻ വേണ്ടി കെട്ടുന്ന കൈയെട്ടിട്ട് തുടങ്ങുന്ന പ്രോഗ്രാമിൽ വരെ നിസ്കാരത്തിനെ കല്ലെത്താക്കുന്ന ചിന്തകളല്ലേ കൽബിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നത്? അല്ലാഹു അക്ബർ, അല്ലാഹ്. നാളെ ഒരു മൂലരുണ്ട് സമയം അല്ലാഹു അക്ബർ. ഞാൻ ബാക്കിലും തുടർന്നു. നിസ്കാരത്തിൽ ചിരിക്കാൻ പാടില്ല, അപ്പൊ എനിക്ക് ചിരി വന്നു. അപ്പൊ സലാം പെട്ടിയപ്പോ മൂപ്പ ഇങ്ങനെ നോക്കിയപ്പോ എന്റെ ഈ തലയെ കെട്ടി കണ്ടു. അതിൽ മൂപ്പർക്ക് മനസ്സിലായി അടുത്ത പ്രസംഗത്ത് പൊട്ടിക്കൊന്നു. അപ്പൊ ഞാൻ വണ്ടി കയറാൻ നേരത്തെ ഇയാൾ എൻ്റെ അടുത്ത് വന്നിട്ട്, റഹ്മാനി സാർ നിങ്ങൾ പ്രസംഗത്ത് പറയരുത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങളെ പേര് പറയില്ല, വിഷയം വിഷയം പറഞ്ഞോളൂ. ഞാൻ പേര് നിങ്ങളോട് പറഞ്ഞു ഇല്ലല്ലോ. ഞാൻ ചോദിച്ചു എൻ്റെ പ്രതെന്ന് വെച്ച്. അപ്പൊ അയാൾ പൂർത്തിയ ഒരു ബിരുദധാരിയാണ്, കല്യാണം കഴിച്ചില്ല. ഒരുപാട് പെണ്ണിനെ പോയി കണ്ടുക്കണം, എവിടെയും പറ്റിയിട്ടില്ല. ഓർലിക്സ് കുടിക്കുക, കോയമുട്ടെന്ന് തിരിച്ചു തരിക, ആ നിറഞ്ഞ് കിടക്കുക, ഒന്നിനും പറ്റില്ല. മൂപ്പര് ആണ്ട് പറ്റിയ പെണ്ണിനും ഇങ്ങോട്ട് പറ്റൂല, രണ്ടു കൂട്ടർക്കും പറ്റിയ അമ്മക്ക് പറ്റൂല. അങ്ങനെ പോവാ. പണ്ട് ആരോ പറഞ്ഞില്ലേ, നായനെ കണ്ടാ കല്ല് കാണൂല, കല്ലിനെ കണ്ടാ നായനെ കാണൂല, രണ്ടും കൂടി കണ്ടാൽ എറിയാൻ തോന്നൂല. അവസാനം അന്നൊന്ന് പോയി കണ്ടത് പറ്റി തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴാണ് മുക്കറി ഇക്കാമത്ത് കൊടുക്കുന്നത്. അപ്പം മിറാബിൻ്റെ ഉള്ളിൽ കണ്ട് കയറിയതാ. തെക്കുപേരായിട്ട് റുക്ക് ഇങ്ങനെ പോയപ്പോഴും ഒരു ഓർമ്മന്ന് സംഗതി പറ്റിക്കണ്. പക്ഷെ മൂക്കും ഒരു കാക്കാപ്പുള്ളി ഉണ്ടോ? അത് റുക്കുയിലാണ് ഓർമ്മ. അപ്പോ സമി അല്ലാഹു അക്ബർ, ആ കാക്കാപ്പുള്ളിമ്മ പോയതാ. ഇങ്ങനെയല്ലേ ഇപ്പൊ നമ്മളെ കഥ ഒക്കെ. പണ്ട് 4 റക്അത്ത് നിസ്കാരത്തെ കൂടിയപ്പോൾ ഒരാൾ പറഞ്ഞു 3 റക്അത്തായിട്ടുള്ളൂ. ഇമാമടക്കം എല്ലാവരും പറഞ്ഞു 4 റക്അത്തായിക്കണം. ഏഷ ഇയാൾ വിടില്ല 3 ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു കാരണം ഒരു എനിക്ക് എന്താ ഉറപ്പെന്ന് വെച്ചു, എനിക്ക് 4 കട ഉണ്ട്, അതിന്റെ വരവും ചെലവും കണക്കൂട്ടൽ യേശാന്റെ 4 റക്അത്ത് വെച്ചിട്ട് ഇന്ന് മഞ്ചേരി കടന്റെ വരവും ചെലവും കണക്കൂട്ടില്ല. അപ്പോക്ക് നിസ്കാരത്തിൽ സലാം വെട്ടിക്കണം. അപ്പൊ എനിക്ക് ഉറപ്പായി 3 റക്അത്തായിട്ടുള്ളൂ. ഈ വരവും ചെലവും കണക്കൂട്ടലല്ലേ പണി. ഇതുകൊണ്ട് കൈയെട്ടിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താ? അന അസ്ഗർ എന്നാ, ഞാൻ ഒന്നുമല്ല എന്നാ. അപ്പൊ അല്ലാഹു അക്ബർ അല്ല, അൽജാഹു അക്ബർ, അദ്ദുനിയ അക്ബർ, അദ്ദിർഹമു അക്ബർ, അദ്ദീനാറു അക്ബർ, ഡോളർ അക്ബർ. വേറെന്താ? എന്നിട്ട് അള്ളാഹിനെ പറ്റി അല്ലാഹു അക്ബർ. അതാണ് ഗസാലിമാൻ പറഞ്ഞത്, രാവിലെ തന്നെ എണീറ്റിട്ട് അള്ളാഹിനെ വലിയ കയ്യും കെട്ടി പറഞ്ഞത് പച്ച നോണല്ലേ. അവിടുന്ന് തുടങ്ങും നമ്മളെ തലയിരിയല്. മഅബൂദിനെ തിരിയാതെ പണിയെടുത്താൽ വൈലുലിൽ മുസല്ലിക്ക് പോവാം. അതാണ് ഖുർആൻ പറയുന്നത് ഫഅലം അന്നഹൂല. നമ്മളെ സിലബസ് അതാണ്. അത് മർമ്മം വിടരുത്. ഇതാ സിലബസ്. അതാണ് ഉമ്മാന്റെ പള്ളിന്ന് പുറത്തുവരുമ്പോ കുട്ടിനെ കളിപ്പിക്കണം. എന്താ? ഉമ്മുക കബീറ ഉമ്മുക റഹീമ. അങ്ങനെയാണോ? എടങ്ങറായി പ്രസവിക്കണേ തള്ളല്ലേ, പക്ഷെ കേറ്റുന്നത് അള്ളാനെയാണ്, തള്ളനല്ല. വന്ന ഉടനെ ആദ്യം കൽപ്പിക്കണ ഉമ്മാനെ കുറിച്ചാണോ? അല്ലാഹു അക്ബർ. പിന്നെ ഒരു ഹൽക്കിനെ കൽപ്പിക്കണ വാപ്പാനിമ്മാനെ കുറിച്ചാണല്ല, മുഹമ്മദ് മുസ്തഫ.
അതിന്റെ അപ്പുറത്ത് ആരുമില്ല. അതിന്റെ അപ്പുറത്ത് ആരെങ്കിലും കൊണ്ടുവച്ചാൽ ഖുർആന്റെ ഭാഷയിൽ ഫാസിഖാൻ. ഞാൻ ഓതാം. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. അർത്ഥം വെക്കാൻ സമയമില്ല. അർത്ഥം വെച്ചാൽ സുബി ആയാലും തീരൂല. അതുകൊണ്ട് മൊത്തം കാര്യം 8 കാര്യം ഇപ്പുറത്ത് 3 കാര്യം അപ്പുറത്ത്. അത് അല്ലാഹു റസൂൽ ദീനിന് വേണ്ടി അഹോരാത്രം പടവെട്ടലുമാണ്. ഈ 3 കാര്യത്തിനേക്കാൾ ഉമ്മ വാപ്പ കെട്ടിയുള്ള കുട്ടികൾ അടക്കം കച്ചവടം കൊട്ടാരം അടക്കമുള്ള എല്ലാ കാര്യം ഇപ്പുറത്ത് പറഞ്ഞു. ഇതിനേക്കാൾ ഇതിന് ഒന്നിന് മേലെ കൊടുത്താൽ നീ ഫാസിക്കാണ്. അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമുണ്ട്. ഇഷ്ടമില്ലാത്ത ആളെ കുറിച്ചല്ല ഈ ഫാസിക്കുന്ന. ഓന് ഇഷ്ടമുണ്ട്. പക്ഷെ അതിന്റെ മേലെ വാപ്പുണ്ട്, അതിന്റെ മേലെ ഉമ്മ ഉണ്ട്, അതിന്റെ മേലെ കെട്ടിയോളുണ്ട്, അതിന്റെ മേലെ കുട്ടികളുണ്ട്, അതിന്റെ മേലെ കൊട്ടാരുണ്ട്, അതിന്റെ മേലെ കച്ചവടം ഉണ്ട്, അതിന്റെ മേലെ വക്കറ്റുണ്ട്. നമുക്ക് വാങ്ങാം. പെണ്ണുങ്ങളടുത്ത് വക്കറ്റ് ആയിക്കോട്ടെ, ആങ്ങളടുത്ത് വാങ്ങാം. പെണ്ണുങ്ങളൊരു ബക്കറ്റ് വരുന്നുണ്ട്. എല്ലാവരും നല്ല രൂപത്തിൽ സഹായിക്കണം. ഞാൻ അത് 11 മണിക്ക് പിരിയണം. 10:45 ഒരു 15 മിനിറ്റുകളിൽ ക്ഷമിക്കൂലേ? ഒരു 1.5 മണിക്കൂറെങ്കിലും 1.25 മണിക്കൂർ ഞാൻ പറയില്ല. നിങ്ങൾ പറയില്ല വന്നു പോയത് വെറുതെ ഇന്ന്. ഒരു 15 മിനിറ്റും കൂടി പറയും. അതിൻ്റെ ഇടയിൽ പ്രധാനപ്പെട്ട ഒരു സ്വർഗം കിട്ടാനുള്ള അതിൻ്റെ ടോക്ക ഈ സാഹസത്തിന് കിട്ടാനുള്ള ഒരു അമൽ എനിക്ക് പറഞ്ഞു തരാണ്ട്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടെ ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് ഇല്ലേ? കുറേ മുത്താലിമ്യങ്ങൾ എന്നാലും പറയാക്കാൻ പറ്റൂല. ഇതിൽ ഇവിടെ പിരിവുണ്ടാവും പൈസ. എന്തിനാ പിരിക്കുന്നത്? ഭക്ഷണത്തിനാണ്. ഒരുപാട് ഉസ്താദ്മാർ എന്നാലും പ്രിയപ്പെട്ടവരെ നിർത്താൻ പോവാണ്. ഇതൊക്കെ നിൽക്കും. ഇതിലൊന്നും ഒരു കഥ എന്ന് പറഞ്ഞില്ല. അള്ളാന്റെ ഹബീബ് അൽ മൗത്തു ഹക്കുൻ അന്നാറു ഹക്കുൻ വൽ ജന്നത്തു ഹക്കുൻ അൽ ഖബറു ഹക്കുൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ ദുനിയ ഹക്കുന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഹദീസ് ഉണ്ട്. അൽ ഹയാത്തു ദുനിയ ഹക്കുന്നുണ്ടോ? ഇതൊന്നുമല്ല. ഇവിടെ ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് പുറത്തുനിന്ന് പാരൊക്കെ നമ്മൾ നെറ്റിമ്മ മുത്തി. നീ കഫൻ ചെയ്തിട്ട് മൂക്കിൽ വഞ്ഞിച്ച് കൊണ്ടിട്ടാ കുറച്ച് ആൾക്കാർ ഒന്ന് മുത്തും. 2 മുത്തല് ഒറ്റ പോക്കും. ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് പുറത്തുനിന്ന് ഒരു തുള്ളി പാലിട്ടി. പോവാൻ നേരത്തെ ഇനി ഒരു തുള്ളി വെള്ളം കിട്ടി. 2 തുള്ളി. അതിന്റെ അടിയിൽ ഒരു തുള്ളല്. മനുഷ്യ നീ മറന്നിടുന്നോ? മത്താടി നടന്നിടുന്നോ? ധനമോഹം കവർന്നിടുന്നോ? ദുനിയാവി വിടൂലെന്നോ? അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീഇൽ അബ്താഹി വൽ ഹബീബിൽ അറബി. വേറെന്താ? ഈ മായത്തിൽ കുടുങ്ങണ്ട, ഈ പേക്കിനാവിൽ വഞ്ചിതനാവണ്ട. വല്ലാഹു യദഉ ഇലാ ദാരിസലാം. അല്ലാഹ് ക്ഷണിക്കുന്നത് ദാറുൽ ഗുറൂറിലേക്കല്ല. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇത് ഗുറൂറാണ്. വല്ലാഹു യദഉ ഇലാ ദാരിസലാം. അല്ലാഹ് ക്ഷണിക്കുന്നത് ഗുറൂറിലേക്കല്ല, സലാമിന്റെ ദാറിലേക്കാണ്. ഏതാ സലാമിന്റെ ദാറ്? അത് സ്വർഗ്ഗമാണ്. അതിന് നമ്മളിവിടെ സലാമിന്റെ ദാറാവണം. ആ കിടക്കണ ദാറുസലാമാണ്. അതിന് അങ്ങനെ വ്യാഖ്യാനം. അള്ളാഹു ഏതോ ക്ഷണിക്കുന്നുണ്ട് ഇലാ ദാരിസലാം, ഖൽബുൻ സലീമിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. യൗമലാ യൻഫഉ മാലും വലാ ബനൂന ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഖൽബുൻ സലീമിന്റെ ആളാണ് ആ കിടക്കുന്നത്. അതുകൊണ്ട് അവരെ ദർഗിക്ക് ആള് വരുന്നത്. ചീഞ്ഞു നാറിന ആള് പോയി കിടന്ന അവിടേക്ക് ആള് വരൂല. അത് ഖൽബുൻ സലീമിൻ. ആ ദാറുസലാമാണ് ആ കിടക്കുന്നത്. നമ്മളും ദാറുസലാം ആവണം. അപ്പൊ യഥാർത്ഥ ദാറുസലാമിൽ നമ്മൾ എത്തും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് പറ്റുന്ന ഒരമലാണ് അള്ളാഹിന്റെ ദീനിന് വേണ്ടി സ്വതക്ക കൊടുക്കാന്നുള്ളത്. ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുന്ന ഉറപ്പാണ്. ഇപ്പൊ ചുട്ട് പഴുക്കണ സമയം, ഉച്ചക്കൊക്കെ എന്താ ചൂട് എന്ന് പറയുന്നത്. ഇപ്പൊ രാത്രി ഞാൻ വേർക്കണം. ഇവിടെ ഇപ്പൊ സൂര്യൻ ഉണ്ടോ? പകൽ സമയത്ത് സൂര്യൻ ഇട്ടേച്ച് പോയാൽ ആവാ. അതല്ലേ ഈ രാത്രി എന്നെ ചൂടാക്കണത്, നിങ്ങളെയും ചൂടാക്കണത്. ഈ നമ്മൾ മരിച്ചാൽ ഇപ്പൊ ഇന്ന് രാത്രി ഒരാൾ മരിച്ചാൽ നാളെ നാസ്ത കഴിഞ്ഞ് ഒരു ഉച്ചാമ്പത്തിന് കബറിലെത്തൂലേ? എത്തി അടിക്കാണ്ട് തട്ടില്ലേ, ചരിച്ചാണ്ട് വെക്കല്ലേ. ഈ കവളിന്റെ അവിടെ നിന്ന് കപ്പന്തോണി ഇങ്ങോട്ട് നീക്കിയിട്ട് കവള് മണ്ണിക്കാണ്ട് ഒട്ടിച്ചിട്ട് നിങ്ങോട്ട് ചരിച്ച് വെച്ച് കൊടുക്കല്ലേ. പിന്നെ തിരിയാൻ പറ്റുമോ, മറിയാൻ പറ്റുമോ, ഇരിക്കാൻ പറ്റുമോ, ഫാൻ ഇടാൻ പറ്റുമോ? ഫാൻ ഉണ്ടോ? AC ഉണ്ടാവും? ഈ കെടുത്ത 200 കൊല്ലാണെങ്കിൽ അങ്ങനെ 1000 കൊല്ലം, 1500 കൊല്ലം അതിന് മുമ്പൊക്കെ 7000 8000 കൊല്ലമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ആൾക്കാരില്ല. യാ അല്ലാഹ്, നാളെ തന്നെ ഈ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇപ്പൊ മരിച്ചാല ഈ സമയത്ത് നാളെ ആദ്യ രാത്രി ആയില്ലേ?
ആ ഒന്നുമില്ല ഉസ്താദെ, എനിക്കിപ്പോ ബ്ലോക്കും പരിക്കൊന്നുമില്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം ഇപ്പൊ പോണൊക്കെ ബ്ലോക്കുള്ളവരാ. ഞാൻ മിഞ്ഞാന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ സ്റ്റേജിന്റെ അപ്പുറത്തുള്ള ചെറുപ്പക്കാരൻ പ്രസംഗം മുക്കാൽ ഭാഗം അപ്പൊ നിർത്തേണ്ടി വരും. സ്റ്റേജിന്റെ നേരെ അപ്പുറത്തുള്ള ആ ബ്ലോക്കുള്ള ആളാ മരിക്കണത്. പള്ളിക്കാട്ടിൽ എവിടെങ്കിലും ബ്ലോക്കുള്ളവർക്ക് സ്വാഗതം എഴുതിച്ചു, പള്ളിക്കാട്ടിൽ എവിടെയെങ്കിലും വയസ്സന്മാർ കടന്നു വരുവാന്ന് എഴുതിച്ചു, പള്ളിക്കാട്ടിൽ എവിടെയെങ്കിലും ക്യാൻസർ രോഗികൾ വരുവാന്ന് എഴുതിച്ചു. എന്താ എഴുതി വെക്കാത്ത? അവിടേക്ക് പോകണേ ഇവർ മാത്രമൊന്നല്ല, സമയമായാലും എല്ലാവരും പോകും. ചിലപ്പം ക്യാൻസർ രോഗിക്ക് വെള്ളം തൊട്ട് കൊടുക്കുന്ന പേരക്കുട്ടിയായിരിക്കും ആദ്യം തട്ടിപ്പോവുക. സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ കബർക്ക് ഗെറ്റ് ഔട്ട്, ഇതിന്റെ പേരല്ലേ മരണം. അതിനിപ്പോ സമയം നേരമുണ്ടോ? സമയം സമാഗതമായാൽ ഗെറ്റ് ഔട്ട്, അത് സിറ്റ് ഔട്ടിൽ ഇരുന്നാലും ഗെറ്റ് ഔട്ട്. എന്ത് ഗ്യാരണ്ടി നമുക്കുള്ളത്? ആ മരണസമയത്ത് നമുക്ക് സ്വർഗം ഇങ്ങനെ കണ്ടിട്ട് ചിരിച്ച് മരിക്കാൻ പറ്റണം. ഒന്നാമീൻ പറഞ്ഞേക്ക് മുത്താലിമീങ്ങളുള്ളത്, അവരെ ദ്വാക്ക് ഇജാബത്ത് ഉറപ്പാ. ഒന്നാമീൻ പറയും, അള്ളാഹു നമ്മൾ മൗത്ത് സലാമത്താക്കി തരട്ടെ. ആമീൻ പറയാക്കാൻ പറ്റില്ല, കാരണം ഉറപ്പുള്ള കാര്യമാണ്. പരീക്ഷക്ക് ജയിക്കാൻ ദ്വാരക്കണം, ദ്വാരക്ക, പക്ഷെ ഉറപ്പില്ല. നീ ഏത് കോഴ്സിന് പഠിക്കുകയാണെങ്കിലും ദ്വാരപ്പിച്ചോ, ദ്വാരക്ക, പക്ഷെ ഉറപ്പില്ല. പക്ഷെ ഇത് ഉറപ്പുള്ളതാണ്. അതുകൊണ്ട് ഇതിനാണ് ഏറ്റവും കൂടുതൽ ദ്വാരപ്പിക്കേണ്ടത്. ഇന്നലെ ഒരു എഴുത്തിന് കിട്ടി, ഒരു ഉമ്മാന്റെ വക 10,000 റുപ്യ. മോന് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മോന് നിസ്കാരം കളാവാതിരിക്കാൻ വേണ്ടി ഒരു ഉമ്മ 10,000. കണ്ണൂരിൽ നിന്ന് 40 പെട്ട്, കാരണം 20 കൊല്ലം വയൽ തുടങ്ങിയിട്ട് കാലത്തിനടക്ക് മോന് നിസ്കാരം കളാവാതിരിക്കാൻ ഉമ്മാന്റെ വക 10,000 കിട്ടിയിട്ടില്ല. അതാദ്യാണ്. അതിന്റെ പേരാണ് ഉമ്മ. അതല്ല വാപ്പിയമ്മ, അല്ല ബയോളജിക്കലി വാപ്പിയമ്മയാവും. കാട്ടിലും ആനകൾക്കും കരടികൾക്കും കുരങ്ങൾക്കും ഒക്കെ പറ്റൂലേ, രക്ഷിതാവാൻ അവർക്ക് പറ്റൂല, അത് മനുഷ്യനെ പറ്റുള്ളൂ. രക്ഷിതാവാൻ നീ നിന്റെ മകന് എന്ത് കൊടുത്തു എന്ന് നാളെ അള്ളാഹു ചോദിക്കും. ഇന്ന് നമ്മൾ പറയും ബാപ്പാന്റെ ഇമ്മാനും കാലിന്റെ ഓട്ടിലാണ് സ്വർഗം എന്ന്. അത് നാളെ തിരിച്ചുത്തും, മക്കളെ കാലിന്റെ ഓട്ടിലാ ബാപ്പാന്റെ ഇമ്മാനും സ്വർഗം വരിക. നല്ലോണം ശ്രദ്ധിച്ചോളി. 3 കൊല്ലായാൽ നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന മൊബൈലിന്റെ സംവിധാനം എങ്ങനെയാണെന്നോ, ഇപ്പൊ നമ്മള് വോയിസ് വിടണ്, എഴുതി അറിയിക്കണ്. ഇനി 3 കൊല്ലായാൽ മൊബൈല് വരുന്നുണ്ട്. അത് നമ്മൾ ഏത് നാട്ടിലുള്ള ആളോട് സംസാരിക്കുകയാണെങ്കിലും ഓലെ ശരീരം തൊട്ടിട്ട് സംസാരിക്കാൻ പറ്റും. 3 കൊല്ലം കൊണ്ട് കുട്ടികളെ കയ്യിലുള്ള മൊബൈല്. രാത്രി കഥ കണ്ട് കുറ്റിട്ട് ആരുമില്ല. വയസ്സ് 21, ഇവിടെ അവിടുത്തെ പെൺകുട്ടിക്ക് 18. ഇവരിങ്ങനെ സംസാരിക്കണ്, പരസ്പരം തൊടണ്. എന്തായിരിക്കും വീടിന്റെ അവസ്ഥ? ഈ കുട്ടികൾക്ക് ബോധം ഇന്ന് കൊടുത്തില്ലെങ്കിൽ നാളെ ഈ കുട്ടികൾ നമ്മുടെ നാട്ടിലെ ഇഫ്രീത്തുകളാവും, നമ്മുടെ നാട്ടിലെ അഫാൻമാരാവും, നമ്മുടെ നാട്ടിലെ അഫാൻമാരാവും. ഇന്നായില്ലേ ഈ സാധനം തൊള്ളേക്ക് വെച്ച പിന്നെ ആണ് പെണ്ണ്, ആങ്ങള പെങ്ങള, ഈ നോട്ടുണ്ടോ? ഇപ്പോ ഇനി പുതിയ പുതിയ രാസലഹരികൾ വരല്ലേ. ഇപ്പൊ കള്ളില്ലല്ലോ, ഗന്ധമില്ലല്ലോ, ആടലില്ലല്ലോ, സിന്തറ്റിക് ട്രങ്കുകളല്ലേ. അതടിച്ചാ എവിടെ എത്തിവന്? മനുഷ്യരൂപത്തിലുള്ള കരടി, മനുഷ്യരൂപത്തിലുള്ള പുലി, മനുഷ്യരൂപത്തിലുള്ള പോത്ത്. മനുഷ്യന് ബടക്കായാൽ പുലിയേക്കാൾ പേടിയല്ലേ. നമ്മളിപ്പോ രാത്രി ഉറങ്ങാണ്, ആ സമയത്ത് റൂമിൽ ഒരു നായനെ കണ്ട് പേടി ഉണ്ടാവും, പക്ഷെ വലിയ പേടി ഉണ്ടാവില്ല. ആ സമയത്ത് ഒരു മനുഷ്യനെ കണ്ടാലോ ഈ നായനെ കണ്ടതിനേക്കാളും പേടി ഉണ്ടാവില്ല. എന്താ കാരണം? ഈ നായക്ക് ചെയ്യാൻ പറ്റാത്ത ഓൻ ചെയ്യും. അതുകൊണ്ടാണ് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ആനക്കൊന്നും ചെയ്യാൻ പറ്റൂല, കാരണം ഓനെ അക്കലുണ്ട്. ഈ സാധന രാസലഹരിയാണ് ചെന്നാൽ അക്കലാണ്ട് പോകും. ഹമർ എന്ന് പറഞ്ഞാൽ അതിനല്ലേ ഹിമാർ വന്നത്, അതിനർത്ഥം മൊക്കനാന്നല്ലേ. മൊക്കനാന്ന് പറഞ്ഞാൽ എന്താ? മുഖത്തെ മറക്കണ സാധനം എന്നല്ലേ. അപ്പൊ ഹമർ എന്ന് പറഞ്ഞാലോ അതിനിപ്പോ ഏത് കൊല്ലു മുസ്കിരിൻ ഹമറെന്നല്ലേ, MDMA ഹമർ തന്നെയാണ്. അവിടെ എന്നാൽ അക്കലിനെ മൊക്കനിട്ട് കൊടുക്കുക, പിന്നെ അക്കല് വർക്ക് ചെയ്യൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ കുട്ടികളെ എവിടെ ഇരുത്തണം, എവിടെ കൊണ്ടുപോകണം, ഏത് കോളേജിലാക്കണം, ഉസ്താമാരെ മുമ്പിൽ കൊടുച്ചു കൊടുക്കുകയും. ഇവിടെ ഫൈസൽ ദർശനം നടത്തുന്നുണ്ട് അല്ലേ? ഇവിടെ ദർശനമില്ലേ? മുദരിസ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഒന്നല്ലെങ്കിൽ അവിടെ ഒരു അരമണിക്കൂർ അല്ലേ പ്രിൻസിപ്പൾ ഇരിക്കണം, ഉള്ളിൽ കോളുള്ള ആൾക്കാരായിരിക്കണം, അവരെ മുമ്പിൽ കൊണ്ടുവച്ചു കൊടുക്കും. മൂല്യരാണ്ട് ബോധം ഉണ്ടായാൽ മതി. മൂല്യരായാലും ബിരുദെടുക്കലൊക്കെ അള്ളാന്റെ തൗഫീക്ക്, അങ്ങനത്തെ കുട്ടികളുണ്ടാവും. പക്ഷെ നിങ്ങളെ കുട്ടികൾക്ക് മൂല്യരാണെങ്കിലും ബോധം ഉണ്ടാവണ്ടേ? ഓൽക്കൊക്കെ അവസരം കൊടുക്കും. നിങ്ങളെ കുട്ടികളെ കൊടുന്ന് അവർ ക്ലാസ് എടുത്ത് കൊടുക്കും, അതിന് ബോധം കയറിക്കോളും. അഫാനാവൂല. അല്ലെങ്കിൽ നാളെ ഇനി ചുറ്റി കൊണ്ടല്ല ഉമ്മാനെ കൊല്ല. ഇനി നോക്കൂ, നിങ്ങൾ കേരളത്തിൽ ബ്ലേഡ് കൊണ്ട് ഉമ്മാനെ കൊല്ലും. അങ്ങനെ ചുറ്റി കൊണ്ട് കൊല്ലുക എന്നുള്ള ഔട്ട് ഓഫ് ഫാഷനാ. അതിന്റെ മാർക്ക് അഫാൻ കൊണ്ടുപോയി. ഇനി കൊല്ല കത്രി കൊണ്ടും ബ്ലേഡ് കൊണ്ട്. അതിന് പറ്റുന്ന ഗെയിമുകൾ ഞങ്ങളെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അതിന് പറ്റുന്ന കാർട്ടൂൺ ഞങ്ങളെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അതിന് പറ്റുന്ന ഫിലിം ഞങ്ങളെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇനി വരുന്നത് കത്രി കൊണ്ട്, സൂചി കൊണ്ട്, ബ്ലേഡ് കൊണ്ട് ഉമ്മാനെ കൊല്ലാൻ എങ്ങനെ പറ്റുകയെന്ന് ചിന്തിക്കുന്ന കുട്ടികളായിരിക്കും. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് ചൊല്ലിയും
എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ യമെ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു. ഇരുന്നൂറ്റി 260ഓളം വിദ്യാർത്ഥികളുണ്ടെന്ന എൻ്റെ ഓർമ്മ. ഫൈല് ശരിയാണോ? ശരിയല്ല ഉസ്താദേ? 240 280 ഇരുവും കൂടി കൂട്ടണം. 280 മുത്താലിമികളാണ്. പടച്ചോനെ, ഈ തെങ്ങും തോപ്പുകൾക്കിടയിൽ, ഈ കേരമര ഉദ്യാനത്തിനിടയിൽ ഈ ഒരു സ്ഥാപനത്തിൽ 280 മുത്താലിമികളാണ്. യാ അല്ലാഹ്, ഈ നാടിനോട് എനിക്ക് അസൂയായിരുന്നു. നിങ്ങൾക്കൊക്കെ ഉള്ള ഭാഗ്യം എത്ര! അവിടെ ഇരിക്കുന്നത് പ്രായമുള്ള ആജിമാർ. പടച്ചോനെ, അള്ളാഹു ഇനി ആഫിയത്ത് കൊടുക്കട്ടെ. മാലില് പ്രസിഡന്റ് ആയിരിക്കണം. എന്താ ഇടയിൽ ഇറങ്ങി പോയിക്കൂടെ? നമ്മൾ ആരെങ്കിലും പിടിച്ചു വെക്കുവോ? ഒറ്റ ഇരിപ്പ. അവരും മാലിന്റെ പ്രസിഡന്റ് അല്ല, ഈ കുട്ടികളെ പോറ്റുന്ന സംവിധാനത്തിന്റെയും താല്പര്യത്തിരിക്കുന്ന ആളാണ്. അതിൻ്റെ ഇടയ്ക്ക് വേറെയും കുറെ ആൾക്കാർ, ചെറുപ്പക്കാര്, ഈ തെങ്ങോലകൾക്കിടയിൽ ഈ സ്ഥാപനം. അവിടെ ഒരു 250 കുട്ടികൾ, 20 ഉസ്താദുമാര്, അതിന് ഓടിയെടുക്കുന്ന പൈസനെ പോലത്തെ ആൾക്കാർ വേറെ. പടച്ചവനെ, ഞാൻ എൻ്റെ ഈ നാട്ടിലാവാഞ്ഞതൊക്കെ. കാരണം എൻ്റെ നാട്ടിൽ ഇത്ര കുട്ടികളില്ല. ഉമ്മാരെ, മരിച്ചു പോകുമ്പോ സ്വർഗം കണ്ട് ചിരിച്ചാണ് മരിക്കുക. മയ്യത്ത് കെട്ടിൽ കദ്ദിമോനി എന്നും പറഞ്ഞാണ് പോവാ. കാര്യമായ തടസ്സമില്ലെങ്കിൽ അതിന് പറ്റുന്ന ജോറായ സ്ഥാപനമാണ് ഈ സ്ഥാപനം. നിങ്ങളെല്ലാവരും സദസ്സിൽ നന്നായി സഹായിക്കുക ഈ കുട്ടികളെ ഭക്ഷണ ഫണ്ടിലേക്ക്. ഇങ്ങനെ നേർച്ച വരുന്നതും മക്ബറിയിൽ വരുന്നതൊക്കെ അല്ല ഇവിടെ വരുമാനം. സ്ഥായിയായ ഒരു വരുമാനം ഇവിടെ ഇല്ല എന്നാണ് കേട്ടത്. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയാം, നിങ്ങൾ എങ്ങനെങ്കിലും സ്ഥായിയായ ഒരു പദ്ധതി ഇവിടെ ഉണ്ടാക്കണം. കാരണം ഒരു കാലത്ത് മക്ബറിക്ക് ആള് വരുന്നത് നിന്നാലോ ആലിമ്യങ്ങൾ വളരണ്ടേ? കാരണം അങ്ങനത്തെ വിത്തിനും പസാദല്ലോ ഇപ്പൊ നടക്കണമൊക്കെ. അപ്പോഴും വേണ്ടേ? അപ്പൊ നിങ്ങൾ നന്നായി ഈ സ്ഥാപനം, നിങ്ങളെ മഹല്ലിലെ നിങ്ങളെല്ലാരും സ്വർഗത്ത് കൊണ്ടാൻ തരപ്പെട്ട പവിത്രമായ പരിശുദ്ധമായ ഒരു സ്ഥാപനമാണ്. അതിനെ നിലനിർത്തണം. അതിന് നിങ്ങളെല്ലാവരും നന്നായി സഹായിക്കണം. അല്ലാഹു ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തി തരട്ടെ. ഇത്തക്കുന്നാറ വലോബിശിക്ക് തമ്പ്ര, ഒരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലും കത്തിക്കാളുന്ന നരകത്തെ സൂക്ഷിക്കുക എന്ന് തെറ്റാത്ത നാക്കിന്റെ വാക്കിന്റെ മുത്തേ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആ ഹദീസിനെ ഈ സദസ്സിൽ നാളെ മറ്റന്നാളൊക്കെ പരിപാടി ഉണ്ടല്ലോ, നിങ്ങൾ കൊടുക്കേണ്ട വാഗ്ദാനം ചെയ്താൽ മതി. 280 കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന ആ കുട്ടികളുടെ ഭക്ഷണ ഫണ്ടിലേക്ക് ഒരു ചെറിയ പൈസ ഞാൻ പറയുന്നുള്ളൂ. കച്ചവടക്കാരോ, പ്രവാസികളോ, കൂലിപ്പണിക്കാരോ, അധ്യാപകന്മാരോ, പഠിതാക്കളോ, ഉദ്യോഗസ്ഥന്മാരോ ആരായാലും കൊള്ളാം. സ്വലാത്തൊല്ലീറ്റി പാതിരാവിനെ മൂകസാക്ഷിയാക്കി പടച്ചവന്റെ മുമ്പിൽ സ്വലാത്തിനെ തവസ്സുലാക്കി, ആ മഹാന തവസ്സുലാക്കി ദ്വാരക്കാൻ പോവാണ്. കച്ചവടക്കാർ തരികയാണെങ്കിൽ അവരുടെ കച്ചവടത്തിൽ അള്ളാഹു അഭിവൃദ്ധി നൽകും. രോഗികൾ തരികയാണെങ്കിൽ, മാരക രോഗങ്ങളാണെങ്കിലും അള്ളാഹു തല മാറ്റി തരട്ടെ ഇൻഷാ അല്ലാഹ്. കടമുള്ളവർ തരികയാണെങ്കിൽ അത് വീടാൻ അത്ഭുതകരമായ വാതിൽ അള്ളാഹു തുറന്നിട്ട് ഒരു 10,000 തരാൻ പറ്റുന്ന ആരെങ്കിലും ഒന്ന് സദസ്സിൽ ആണോ പെണ്ണോ ഉണ്ടെങ്കിൽ ആണുങ്ങളൊന്ന് കൈപ്പൊക്കുക, പെണ്ണുങ്ങൾ പേരെഴുതി കൊടുത്താൽ അവിടെ ഒരു സംഘാടകൻ നിന്നാൽ മതി. സ്വലാത്തല്ലേറ്റ് ദ്വാരക്കാൻ പോവാണ്. ദുനിയാവും ആഖിറവും രക്ഷപ്പെടണം എന്ന പ്രതീക്ഷയിൽ പടച്ചവനോട് ദ്വാരക്കാൻ പോവാണ്. കച്ചവടക്കാരോ, പ്രവാസികളോ, കൂലിപ്പണിക്കാരോ ആരായാലും ഒരു 10,000 ഈ 280 മക്കളുടെ ഭക്ഷണ ഫണ്ടിലേക്ക് തരാൻ പറ്റുന്ന ഒരാൾ ഈ സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് ഇൻഷാ അല്ലാഹ് കൈപ്പൊക്കിയ ഞാൻ കാണോ. ഒന്ന് ആരെങ്കിലും ആദ്യം പൊക്കുന്ന ആൾക്ക് മറ്റുള്ളവർക്ക് പ്രേരണ എന്ന നിലയിൽ കൂടുതൽ അബൂബക്കർ ഫൈലി ഒരു ഇവിടുത്തെ മുദരിസാ. എനിക്കറിയാലോ, അവിടുന്ന് യാത്രയപ്പോ കൊടുത്തല്ലേ. ഞാൻ അവിടെ വാതിന് പലവട്ടം പോയതല്ലേ. ഞാൻ വാതിൽ തുടങ്ങണ കാലത്തും അവിടെ പോയിക്കണം. പെട്ടെന്ന് എങ്ങനെ നോക്കിയില്ലാന്ന് മാത്രം, അത്രേ ഉള്ളൂ. അൽഹംദുലില്ലാഹ്. കുമരമ്പത്തൂർ ഉസ്താദിന്റെ മാലിൽ കാലങ്ങളോളം മുദരിസായിരുന്നു. പക്ഷെ ഒരു പോറലും ഏൽക്കാതെ പുതിയാപ്പള പോണായിരിയാണ് പോയത്. 33 കൊല്ലത്തെ നിങ്ങളല്ലേ, 30 കൊല്ലം നിന്നിട്ട് പുതിയാപ്പിളായിട്ട് ഇറങ്ങുന്ന അവരുടെ ഒരു പേഴ്സണാലിറ്റിയാണ്. അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. അതിലൊരു ലക്ഷണമല്ല ഇപ്പൊ ഈ കാണുന്നതും. 30 തുടങ്ങിയല്ലോ. 10,000 അൽഹംദുലില്ലാഹ്. 3 സലാത്തിലേക്ക് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على
سيدنا محمد وعلى آل سيدنا محمد صلاة ترزقنا بها رزقا حلالا طيبا مباركا فيه يا الله أرحم الراحمين يا الله. പണ്ഡിതനായ അബൂബക്കർ ഫൈലിയാണ് സദഖക്ക് പ്രാരംഭം കുറിച്ചത്. നീ ജാരിയായ സദഖയായി സ്വീകരിക്കണേ അല്ലാ. ഒഴുകുന്ന ധർമ്മമായി രേഖപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ അദ്ദേഹത്തിന്റെ ഇൽമിലും അധ്യാപനത്തിലും ബറക്കത്ത് നൽകണേ അല്ലാ. സമ്പത്തിൽ, സന്താനങ്ങളിൽ, സമയങ്ങളിൽ, ആയുസ്സിൽ, ആരോഗ്യത്തിൽ, നേതൃത്വത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ദർസിൽ ബറക്കത്ത് നൽകണേ അല്ലാ. 10 മടങ്ങ് 10,000 നിന്റെ ഖജനാവിൽ നിന്ന് ഫൈസിക്ക് കൊടുക്കണേ അല്ലാ. പടച്ചവനെ അവർക്കും ഞങ്ങൾക്കും കുടുംബസമേതം സ്വർഗം നൽകണേ അല്ലാ. ഇത്തക്കുന്നാറ വലോപിശക്തി തമ്പ്ര, ഒരു കാരക്കയുടെ ചീളുകൊണ്ടെങ്കിലും കത്തിക്കാളുന്ന നരകത്തെ സൂക്ഷിക്കുക എന്ന ഹദീസിന് 10,000 കൊണ്ട് സ്വാഗതം ചെയ്ത ബഹുമാനപ്പെട്ട ഫൈസിക്ക് അല്ലാ, ആ നരകത്തിന്റെ തീനാളത്തിൽ നിന്ന്, തീജ്വാലയിൽ നിന്ന് അവർക്കും ഞങ്ങൾക്കും കാവല് നൽകണേ അല്ലാ. ബിന്നബിയിൽ മുസ്തഫ. ഒരു 3 ആളെ ചുരുങ്ങിയത് 10,000 കിട്ടണമല്ലോ. ഒരാളും കൂടി സ്ഥാപനത്തിലെ 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി അമീന്റെ വാപ്പ, മരിച്ചുപോയ വാപ്പയ്ക്കും മക്കും ദ്വാരക്കാൻ 10,000. സ്വലാത്തിൽ പിശുക്ക് കാണിക്കല്ലേ, ഉറക്കെ ചൊല്ലിക്കോളൂ. സ്വലാത്ത് എന്നുള്ളതിന് സില എന്ന വാക്കിന്ന് വന്നാണ്. സില എന്ന് നിങ്ങൾക്ക് അറിയില്ലേ, ബന്ധം സ്ഥാപിക്കാന്ന്. സിലത്തുർ റഹീം, കുടുംബം സ്ഥാപിക്കണതിലല്ല പറയാം. മുത്തനബിനോട് ബന്ധം സ്ഥാപിക്കാൻ ഒറ്റ മാർഗ്ഗം നമ്മൾ തുറന്നിട്ടിട്ടുള്ളൂ, അത് സ്വലാത്ത് തന്നെയാണ്. കാരണം ഇത്തിബായ് ചെയ്താലൊന്നും നമ്മൾ അവിടേക്ക് എത്തൂല. പറ്റാവുന്നതൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ സ്വലാത്തെല്ലാം നമുക്കും കഴിയും. അതുകൊണ്ട് അത് പെട്ടെന്ന് ക്ലിക്കാണ്, അമലാണ്. അള്ളാഹു തട്ടൂല. കാരണം അള്ളാന്റെ സ്വഭാവമാണ്. തഹല്ലഖുബി അഖ്ലാഖില്ല. അള്ളാന്റെ സ്വഭാവം അനുകരിച്ച അള്ളാഹ് തട്ടൂല. അതുകൊണ്ടാ റഹ്മത്തായിട്ട് ബന്ധപ്പെട്ട ഒന്നും തട്ടാത്തത്. നിസ്കാരം എളുപ്പം തട്ടും, കാരണം അതിനത്ര മുന്തിയതാവൂല. പക്ഷെ സ്വലാത്ത് തട്ടൂല. വൈലുലിൽ മുസല്ലീന്നുണ്ട്, അത് തക്ബീറത്തോട് തുടങ്ങിയിട്ട് സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന നിസ്കാരം. പക്ഷെ വൈലുലിൽ മുസല്ലീന അലൻ നബിയില്ല, ഹബീബിന്റെ മേല് സലാത്തുള്ള മുസല്ലി വൈലാവൂല. വൈലാവണോന് ആ സലാത്ത് എല്ലാനോട്ട് തൗഫീഖ് ഉണ്ടാവില്ല. അതുകൊണ്ട് സലാത്ത് ഇടക്കിടക്ക് ചെല്ലണം, ഉറക്കെ ചൊല്ലിക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് وعلى آل سيدنا محمد صلاة ترزقنا بها رزقا حلالا طيبا مباركا فيه يا الله. പടച്ചവനെ, അമീൻ എന്ന വിദ്യാർത്ഥിയുടെ വാപ്പ, മരിച്ചുപോയ വാപ്പമ്മയ്ക്ക് ഉദ്ദേശിച്ചുകൊണ്ട് 10,000 സംഭാവന നൽകിയിരിക്കുകയാണ്. ആ പ്രിയപ്പെട്ട പിതാവിന്റെ മാതാവിന്റെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. കണ്ണെത്താ ദൂരത്തേക്ക് അവരുടെ ബർസഖി വിശ്രമം വിശാലമാക്കണേ അല്ലാ. സ്വർഗീയ ഉദ്യാനമാക്കി മാറ്റണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. ഈ മകനില്ലുന്ന സ്വതക്ക വലിയ സംഭാവനയായി സന്തോഷത്തോടെ സ്വീകരിച്ചതിന്റെ ആനുകൂല്യങ്ങൾ 2 ലോകത്തും ആ മകന് നൽകണേ അല്ലാ. ബിന്നബിയിൽ മുസ്തഫ. മൂന്നാമത്തെ ഒരു 10,000 ആരെങ്കിലും തരുമോ? വേഗം പറ. ഇൻഷാ അല്ലാഹ്. സാസിൽ നിന്ന് കൈവക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു 10,000 ഈ മക്കൾക്ക് വാഗ്ദാനം ചെയ്യാൻ പറ്റുന്ന ആണോ പെണ്ണോ? പെണ്ണുങ്ങളുടെ ഭാഗത്ത് ഒരു മുത്താലിം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ആണുങ്ങളുടെ ഭാഗത്ത് ആരെങ്കിലും കൈപ്പൊക്കിയിട്ട് വാഗ്ദാനം ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഈ പാതിരാവിലെ സദസ്സിൽ സ്വലാത്ത് കൊണ്ട് ദുആ ചെയ്ത് ദുആ ചെയ്യുന്നതിന് മുമ്പായിട്ട് തരപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഗരിമയിൽ തനിമയോടെ ഇൻഷാ അല്ലാഹ് കൈ ഉയർത്താൻ പറ്റുമെങ്കിൽ ഒന്ന് ഉയർത്തു. ദ്വാരക്കാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? മൂന്നാമത്തെ ഒരാൾ 10,000 തരാൻ പറ്റുന്ന ഒരു മൂന്നാമത്തെ ആൾ ആരെങ്കിലും ഉണ്ടോ? സദസ്സിൽ ഒരുപാട് മുത്താലിമ്യങ്ങളാണ്, ശുഭവസ്ത്രധാരികളാണ്, തലപ്പാവധാരികളാണ്. അതിനിടയിലുണ്ടല്ലോ കുറെ കച്ചവടക്കാരൊക്കെ. അവരാരെങ്കിലും മൂന്നാമത്തെ ഒരു 10,000 പറ്റുന്ന ആരെങ്കിലും ഒന്ന് സാസിലുണ്ടെങ്കിൽ കൈ ഉയർത്തി. ഞാൻ ഇൻഷാ അല്ലാഹ് സ്വലാത്തിലിട്ട് ദ്വാരക്കാണ്, ആ മഹാനെ മുമ്പിൽ കണ്ടുകൊണ്ട് ദ്വാരക്കാണ്. ആരാ ഒരാളുണ്ടോ? കച്ചവടക്കാരോ, പ്രവാസികളോ, അധ്യാപകന്മാരോ, പഠിതാക്കളോ, കൂലിപ്പണിക്കാരോ, കർഷകന്മാരോ, ഡ്രൈവർമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപ്പൊക്കി. മൂന്നാമത്തെ ഒരാളില്ലേ? ഒരു 10,000 കൂടി തരാൻ പറ്റുന്ന മൂന്നാമത്തെ ഒരാൾ സ്റ്റേജിലോ താഴെയോ ആണോ പെണ്ണോ ആരെങ്കിലും ഉണ്ടെങ്കിൽ? പെണ്ണുങ്ങളുടെ ഭാഗത്ത് സംഘാടകരില്ലേ? പൈസ ഇല്ലേ? ഇൻഷാ അല്ലാഹ് പെണ്ണുങ്ങൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ വാഗ്ദാനം ചെയ്യും. പൈസ ഇപ്പൊ കൊടുക്കണ്ട, പിന്നെ കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. മൂന്നാമത്തെ ഒരാളും കൂടി തരുമോ? സ്വലാത്ത് ചൊല്ലി ദ്വാരക്കുകയാണ്.
അല്ലാഹുവേ അവിടെ കൈപൊക്കി. മൂന്നാമത്തെ ആള് കൈപൊക്കി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على سيدنا محمد وآله وصحبه وسلم. അയ്യൂബ് അൽഹംദുലില്ലാ. അല്ലാഹുവേ അയ്യൂബ് എന്ന സഹോദരനാണ്. അയ്യൂബിനെയുടെ ബർക്കത്തുകൊണ്ട് നീ കബൂലാക്കണേ അല്ലാ. അവർക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ശിഫയാക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. ആ 10,000-ന് പകരമായി ഈ മുതഅല്ലിമീങ്ങളുടെ ഹാഫിളീങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, അവിടെ കിടക്കുന്ന മഹാനായ വലിയുടെ ബർക്കത്ത് കൊണ്ട്, സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നീ സമ്പൽ സമൃദ്ധി അയ്യൂബ് സാഹിബിന് നൽകണേ അല്ലാ. കുടുംബസമേതം സ്വർഗത്തിൽ പോവാൻ കാരണമായി സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെയും ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്താക്കണേ അല്ലാ. ബിന്നബിയിൽ മുസ്തഫ. നാലാമത്തെ ഒരാള് കൈപ്പൊക്കെ ഒരു 5 ആളെ ചുരുങ്ങിയത് കിട്ടിയാൽ സന്തോഷമായിരുന്നു. 2 ആളും കൂടി ആണും പെണ്ണുമായിട്ട്. നാലാമത്തെ ഒരാള് 5000 തരാൻ പറ്റുന്ന നാലാമത്തെ ഒരാള് സ്റ്റേജിലോ താഴെയോ ആണോ പെണ്ണോ ചെറുതോ വലുതോ രോഗികളോ ആരോഗ്യമുള്ളവരോ പണക്കാരോ പണിക്കാരോ ആരായാലും കൊള്ളാം. ദ്വാരക്കാൻ പോണ് വെറുതാവൂല. രാത്രിയാണ്. മുതഅല്ലിമീങ്ങളുടെ ഭക്ഷണ ഫണ്ടിലേക്കാണ്. പടച്ചവന്റെ മുമ്പിലേക്ക് കൈനീട്ടാൻ പോവുകയാണ്. നാലാമത്തെ ഒരാളുണ്ടെങ്കിൽ വേഗം ഇൻഷാ അല്ലാഹ് ഒന്ന് കൈപ്പൊക്കിയിട്ട് വാഗ്ദാനം ചെയ്യണം. അല്ലെങ്കിൽ ഉസ്താദ്മാർക്ക് വിളിച്ചു പറഞ്ഞാൽ മതി. ഷബീലി 2 ആളും 10,000 ആണോ? 2 ആളും കൂടിയിട്ട് 2 ആളാ. ഷബീല് 2 കുട്ടികളെ വാപ്പ 10,000. മരിച്ചവർക്ക് ദ്വാരക്കാൻ ചൊല്ലി 3 സലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على سيدنا محمد وآله وصحبه وسلم. പടച്ചവനെ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഷബീൽ എന്ന 2 വിദ്യാർത്ഥികളുടെ വാപ്പയാണ്. അവരിൽ നിന്ന് വിട പറഞ്ഞ് ആറടിയുടെ ആഴിയിൽ കഴിയുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും ഇതിന്റെ സവാബ് നീ വിഹിതിക്കണേ അല്ലാഹ്. അവരുടെ ഖബറുകളിൽ സുഗന്ധം പരത്തണേ അല്ലാഹ്. സൗരഭ്യം പരത്തണേ അല്ലാഹ്. പ്രഭാപൂരിതമാക്കണേ അല്ലാഹ്. തന്ന ബഹുമാനപ്പെട്ട പിതാവിന് ഖൈറായ മാല് തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അവരെയും ഞങ്ങളെയും അനുഗ്രഹിക്കണേ അല്ലാഹ്. മാരക രോഗങ്ങളിൽ നിന്ന്, മരണങ്ങളിൽ നിന്ന്, മാറാവ്യാധികളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളെയും സദഖയുടെ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ബിന്നബിയിൽ മുസ്തഫ. 5-ാമത്തെ ഒരാളും കൂടി തരുമോ? ആണോ പെണ്ണോ ആയിക്കോട്ടെ. ഞങ്ങളോട് 5 എണ്ണേ ചോദിച്ചിട്ടുള്ളൂ. 5-ാമത്തെ ഒരു 10,000 തരുമോ? ആണോ പെണ്ണോ ആയിക്കോട്ടെ. സലാത്തല്ലിട്ട് ഈ രാത്രി ദ്വാരക്കാൻ പോകണം. മുത്താലിമീങ്ങൾ ആമയും പറയാണ്ട് ഉസ്താദ്മാരുണ്ട്. 5-ാമത്തെ ഒരാൾ തരും. ഒരു 10,000 തരാൻ പറ്റുന്ന 5-ാമത്തെ ഒരാള് ശ്വാസത്തിലുണ്ടെങ്കിൽ വേഗം ഒന്ന് കൈപ്പൊക്കോ. കച്ചവടക്കാരോ ആരായാലും, പ്രവാസികളോ ആരായാലും കൊള്ളാം. ഇൻഷാ അല്ലാഹ് ഒരു 10,000 280 മുത്തഅല്ലിമീങ്ങൾ കൊടുക്കുന്ന ഭക്ഷണത്തിലേക്ക് ഒരു 10,000 പടച്ചവൻ നൽകിയാലും തരാൻ പറ്റുന്ന ആളുകൾ ഈ മജ്ലിസിൽ മുമ്പിലോ സൈഡിലോ വലത്തോ ഇടത്തോ പിറകിലോ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് കൈപ്പൊക്കി, അല്ലെങ്കിൽ ഇവിടെ ഉസ്താദ്മാരിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉണ്ടോ ഒന്ന് കൈപ്പൊക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ട്? ഇരുട്ടത്തായതുകൊണ്ട് എല്ലാവരും ഞാൻ കാണുന്നില്ല. കൈപ്പൊക്കാൻ വേണ്ടി വട്ടത്തേക്ക് ക്ഷണിക്കുന്നത് ശരിയല്ല. അവിടെ ഇരുന്നുകൊണ്ട് പൊക്കിയാൽ തന്നെ സംഘാടകർ എന്നോട് പറയും ആരെങ്കിലും 5-ാമത്തെ ആളുണ്ടോ? 5-ാമത്തെ ഒരാള് പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ, ആണുങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ വേം പറയും. 5-ാമത്തെ ഒരാള് ഇപ്പൊ ചൊറിയാൻ വേണ്ടിയിട്ടൊന്നും ആരും കൈപ്പൊക്കിയല്ലേ. കാരണം പൊങ്ങണമൊക്കെ എന്തിനാന്ന് എനിക്കറിയില്ല. പൊങ്ങണയാണ് കണക്കൂട്ടു. അപ്പൊ ആരെങ്കിലും 5-ാമത്തെ ഒരാളുണ്ടെങ്കിൽ പറയും. പെണ്ണുങ്ങളില്ലേ, ആണുങ്ങളില്ലേ? ഇനിയില്ലേ? 4 ആളേ ഉള്ളൂ. 5-ാമത്തെ ഒരാളില്ലേ? ഒരു 5-ാമത്തെ ആളുണ്ട്. 5-ാമൻ ഇസ്ലാംകാരി 5, വിരലുകൾ 5, പഞ്ചേന്ദ്രിയ 5, ഉലുൽ അസ്മ 5, നിസ്കാര 5. അങ്ങനെ 5-നൊരു കണക്കുണ്ട്. ഇൻഷാ അല്ലാഹ്. 5-ാമത്തെ ആളുണ്ടോ? ഉണ്ടോ? 5-ാമത്തെ ഒരാളുണ്ടോ?
ഇല്ലേ? കഴിഞ്ഞു. അഞ്ചാമത്തെ ആളില്ലേ? ആണോ പെണ്ണോ? ഒരു 10,000 വാഗ്ദാനം ചെയ്യാൻ പറ്റുന്ന അഞ്ചാമത്തെ ഒരാള് ഇടയിലോ ഒടൂലോ നടുവിലോ എവിടെങ്കിലും ഇരിക്കുന്നുണ്ടോ? അഞ്ചാമത്തെ ഒരാള് സ്വലാത്തിൽ ഇത് ഓർക്കാൻ പോവുകയാണ്. അല്ലാഹുവേ, തരുന്ന ആർക്കെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ നീക്കി കൊടുക്കണേ അല്ലാ. അറിയാതെ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ പടച്ചവനെ ബാഹ്യമായ അവയവങ്ങളിലോ ആന്തരികമായ പാർട്സുകളിലോ ഉണ്ടെങ്കിൽ നീ തുടച്ചു കൊടുക്കണേ, നീക്കി കൊടുക്കണേ, മാറ്റിക്കൊടുക്കണേ, പോക്കിക്കൊടുക്കണേ. ബിന്നബിയിൽ മുസ്തഫ പെടുന്നെങ്ങാണ്ട് നീ മരിക്കാനുള്ള ഖലാ തരുന്നവർക്കും ഞങ്ങൾക്കും വിധിച്ചെങ്കിൽ നീ ആയുസിന്റെ ത്വാഅത്തിലായി തട്ടിമാറ്റി നീട്ടണേ അല്ലാ. അസ്സദഖത്തു റദ്ദുൽ ബലായ എന്ന് നിന്റെ ഹബീബ് പറഞ്ഞതല്ലേ? സ്വതക്കയുടെ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് പരീക്ഷണങ്ങളിൽ നിന്ന്, പരാജയങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, ആകസ്മിക നിര്യാണങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളെയും രക്ഷപ്പെടുത്തണേ അല്ലാ. കച്ചവടക്കാരാ തരുന്നതെങ്കിൽ കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. പ്രവാസികളാണ് തരുന്നതെങ്കിൽ പ്രവാസ ലോകത്തെ പ്രയാസങ്ങള് നീക്കി കൊടുക്കണേ അല്ലാ. ബിന്നബിയിൽ മുസ്തഫ. അഞ്ചാമത്തെ ഒരാളും കൂടി ഉണ്ടോ? അഞ്ചാമത്തെ ഒരാള് ആണോ പെണ്ണോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറയാം. അഞ്ചാമത്തെ ഒരാളും കൂടി ഉണ്ടോ? നിർത്താൻ പോണ അഞ്ചുമല് ഒരു ഒറ്റമ നിർത്തട്ടെ. അഞ്ചാമത്തെ ഒരാണോ പെണ്ണോ ആരെങ്കിലും ഉണ്ടോ? അഞ്ചാമത്തെ ഒരാള് 10,000 തരാൻ പറ്റുന്ന അഞ്ചാമത്തെ ഒരാള്. ഇൽമിന്റെ അഹ്ലുകാരാണ് സദസ്സിൽ കൂടുതൽ. ഇടയിൽ കുറച്ചേ ഉള്ളൂ പിരിവ് തരാൻ പറ്റുന്ന ആളുകൾ. ആ കുറച്ച് ആളുകളോട് തന്നെയാണ് എന്റെ ചോദ്യം. അഞ്ചാമത്തെ ഒരാളുണ്ടോ? ആണോ പെണ്ണോ? 10,280 മുത്താലിമീങ്ങളുടെ ഭക്ഷണത്തിലേക്ക് പടച്ചോ തന്ന പൈസയിൽ നിന്ന് 10,000 വാഗ്ദാനം ചെയ്യാൻ പറ്റുന്ന അഞ്ചാമത്തെ ആളുണ്ടെങ്കിൽ വേഗം പറയും, അല്ലെങ്കിൽ ദ്വാരന്ന് പിരിയാണ് ഇൻഷാ അല്ലാഹ്. അഞ്ചാമത്തെ ആളില്ലേ? ആരുല്ലേ? അഞ്ചാമത്തെ ഒരാള് ആരുല്ലേ? 5,000 തരാൻ പറ്റുന്ന ഒരാൾ ആദ്യം കൈപ്പൊക്കും. 5,000 വാഗ്ദാനം ചെയ്യാൻ പറ്റുന്ന ഒരാള് സദസ്സിന് 5,000 വാഗ്ദാനം ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടോ? ആണോ പെണ്ണോ? 5,000 വാഗ്ദാനം ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടോ? ആണോ പെണ്ണോ? പടച്ചോ നൽകിയ പൈസയിന്ന് അള്ളാന്റെ ദീനിന് വേണ്ടി, നാളെ ആലിമീങ്ങളാകുന്ന കുട്ടികൾക്ക് വേണ്ടി, മുത്തഅല്ലിമീങ്ങളുടെ ഭക്ഷണത്തിലേക്ക് 5,000 അള്ളാഹു നൽകിയില്ലെന്ന് തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറയും. അബുഹാജി 5,000 അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂലാക്കട്ടെ. സ്റ്റേജിലുണ്ട്, അള്ളാഹു കബൂലാക്കട്ടെ. ജാരിയ സ്വതക്കയായി സ്വീകരിക്കട്ടെ. അതിന്റെ ബർക്കത്തുകൊണ്ട് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാന്റെ ത്വാഅത്തിൽ പ്രദാനം ചെയ്യട്ടെ. അപകടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവരെ പൈസയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. ജാരിയ സ്വതക്കയായി സ്വീകരിക്കട്ടെ. ആഫത്ത് മുസീബത്തുകളിൽ കാവലാക്കട്ടെ. അള്ളാഹു തന്നതിന്റെ 10 മടങ്ങ് ദുനിയാവിൽ തിരിച്ചു കൊടുക്കട്ടെ. കുടുംബസമേത അവർക്കും നമുക്കും അള്ളാഹു സ്വർഗം നൽകട്ടെ. ഇനി 5,000 തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ആണോ പെണ്ണോ? വാഗ്ദാനം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വേഗം പറയും ഇൻഷാ അല്ലാഹ്. ഒരു കുട്ടിക്ക് ചെറിയൊരു ബ്രെയിൻ മിസ്റ്റേക്ക് ഉണ്ട്. അള്ളാഹു തആല തീർത്തു കൊടുക്കട്ടെ. നല്ല മോനായി കൊടുക്കട്ടെ. ഗ്രാഹ്യശേഷി പ്രദാനം ചെയ്യട്ടെ. ബുദ്ധിവൈഭവം അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് കൊടുക്കട്ടെ. പിന്നെ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഇനി ആരെങ്കിലും ഒരു 5,000 വാഗ്ദാനം പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? മൂന്നാമത്തെ ഒരാളുണ്ടെങ്കിൽ വേഗം പറയാം. ആണോ പെണ്ണോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം അറിയിക്കും ഇൻഷാ അല്ലാഹ്. പെണ്ണുങ്ങളുടെ അകത്ത് സംഘാടകം ഉണ്ടല്ലോ, ഓല് പറയും ഇൻഷാ അല്ലാഹ്. ആരെങ്കിലും ഉണ്ടോ? ഒരു മൂന്നാമത്തെ ആള് 5,000 വാഗ്ദാനം ചെയ്യാൻ പറ്റുന്ന മൂന്നാമത്തെ ആളുണ്ടോ? 5,000 വാഗ്ദാനം ചെയ്യാൻ പറ്റുന്ന മൂന്നാമത്തെ ആരുല്ലേ? 5,000 വാഗ്ദാനം ചെയ്യാൻ പറ്റുന്ന മൂന്നാമത്തെ ആരുല്ലേ? ഉണ്ടെങ്കിൽ പറയില്ലെങ്കിൽ ദ്വാരക്കാണ്. ഉണ്ടെങ്കിൽ പറയില്ലെങ്കിൽ ദ്വാരക്കാണ്. 5,000 വാഗ്ദാനം ചെയ്യാൻ പറ്റുന്ന മൂന്നാമത്തെ ഒരാള് കച്ചവടക്കാരോ, പ്രവാസികളോ, പണിക്കാരോ, പണക്കാരോ, തൊഴിലാളികളോ, മുതലാളിമാരോ? മൂന്നാമത്തെ ഒരാള് ആണുങ്ങളോ പെണ്ണുങ്ങളോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ വേം പറയും. വേം വാമോനെ ഉണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ നിങ്ങളെ എടുക്കാൻ പോണെന്ന് മൂത്രയൊക്കെ മുട്ടിയാണ്ട് പോണേ. ഞാൻ മനസ്സിലായി. ഇനിയുണ്ട് ആരെങ്കിലും? 5,000 തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? 10,000 5 എന്നില്ല. 5,000 അല്ല 5,000 തരും. 5,000 തരാൻ പറ്റുന്ന നാലാമത്തെ ഒരാളുണ്ടോ?
നേരത്തെ അമീന്റെ വാപ്പ 10,000 തന്നിട്ടുണ്ട്. ഇപ്പൊ ഉമ്മാന്റെ വക 5,000. കുടുംബസമേതം നേരെ ബെഡ്റൂമിൽ നിന്ന് സ്വർഗത്തേക്ക് പോകാനുള്ള പരിപാടി. അൽഹംദുലില്ലാ. ചെല്ലിയ 3 സലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة ترزقنا بها رزقا حلالا طيبا مباركا فيه يا الله. പടച്ചവനെ നേരത്തെ അമീൻ എന്ന പൊന്നുമോന്റെ പിതാവ് 10,000 നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ ഉമ്മയും 5,000 നൽകിയിരിക്കുകയാണ്. ആ കുട്ടിയെ നീ 2 ലോകത്ത് ഉപകരിക്കുന്ന അലിമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആ ഉമ്മയിൽ നിന്ന് 5,000 നീ കബൂലാക്കണേ അല്ലാഹ്. കുടുംബസമേതം അവർക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ കൊട്ടാരവും പട്ടണവും നൽകണേ അല്ലാഹ്. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാവല് നൽകണേ അല്ലാഹ്. ഒരുക്കമില്ലാത്ത മരണം വരുത്തല്ല അല്ലാഹ്. പെടുന്നനെയുള്ള മരണമാക്കല്ല അല്ലാഹ്. ഖാലിക്ക് നിന്നോടോ ഖൽക്കിനോടോ ബാധ്യതകൾ ബാക്കി വെച്ച് മയ്യിത്താക്കല്ല അല്ലാഹ്. ബിന്നബിയിൽ മുസ്തഫ. ഉമ്മാക്ക് ഊരവേദന ഉണ്ട്. അല്ലാഹു തആല ശിഫയായി കൊടുക്കട്ടെ.